ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജന റെജി AR. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഏരിയകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മേഖലകളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം. ആ മേഖലകൾ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും നോക്കണം. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് മേഖലകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ആ മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ് കേട്ടോ. ഏറ്റവും നമുക്ക് ചോദിക്കുമെന്ന് കുറച്ച് ഉറപ്പുള്ള കുറച്ച് ഏരിയകൾ മാത്രം ഞാൻ പിക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യമല്ല, ഒന്നാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്നു. ഒന്നാമത്തെ ഭാഗം, ഓക്കെ, അതായത് ആറ്റവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് മേഖലകൾ അടയാളപ്പെടുത്താം. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടോ എന്ന് നോക്കുക. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് ഏറ്റവും ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി. ആദ്യത്തെ വീട് വിഭജിക്കാൻ കഴിയാത്തത് എന്ന അർത്ഥമുള്ള ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം ഉണ്ടായത്. അപ്പൊ ആറ്റവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നൊരു പോയിന്റ് നമുക്കുണ്ട്. വിഭജിക്കാൻ കഴിയാത്ത, കണ്ടോ, വിഭജിക്കാൻ കഴിയാത്ത എന്നർത്ഥമുള്ള ആറ്റമോസ് എന്ന പദത്തിൽ നിന്നാണ് ആര് വരുന്നത്? അതും ഗ്രീക്ക് പദം എടുത്തു പറയുന്നു. ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം ഉണ്ടായത്. അത് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ഇനി അടുത്തത്, എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന സിദ്ധാന്തം ഡെമോക്രാറ്റ്സ് മുന്നോട്ട് വെച്ചു. അപ്പൊ ഡെമോക്രാറ്റ്സ് വെച്ച സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിക്കാം. എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മകണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന സിദ്ധാന്തം ആരുടെയാണ്? ഡെമോക്രാറ്റ്സിന്റെയാണ്. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചതുമാര് തന്നെയാണ് ഡെമോക്രാറ്റ്സ് ആണ്. ഓക്കെ, ഇനി ആറ്റത്തിന്റെ സ്വഭാവത്തെ വിശദീകരിക്കുന്നതിനായി 1807 കണ്ടോ, 1807 ഓർത്ത് വെച്ചേക്കണേ, 1807 ജോൺ ഡാൾട്ടൺ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. ഓക്കെ, അവിടെ ചോദ്യമുണ്ട്. ആറ്റം സിദ്ധാന്തം അല്ലെങ്കിൽ ആധുനിക രസതന്ത്രത്തിലെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിൽ ഒന്നായിട്ടുള്ള ആറ്റം സിദ്ധാന്തം അവതരിപ്പിച്ച ആളുടെ പേര് എന്താണെന്ന് ചോദിക്കും. ആൻസർ എന്താണ്? ജോൺ ഡാൾട്ടൺ. ആറ്റം സിദ്ധാന്തം അവതരിപ്പിച്ച ആളുടെ പേര് ജോൺ ഡാൾട്ടൺ. ഇനി അറ്റോമിക സിദ്ധാന്തം, ഓൾറെഡി നിങ്ങൾ അറ്റോമിക സിദ്ധാന്തം പഠിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ശ്രദ്ധിച്ചങ്ങ് പഠിച്ചോണേ. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. സെറ്റ്. രണ്ടാമത്തെ, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല. ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു മൂലകത്തിലെ ആറ്റങ്ങളെല്ലാം വലിപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരുപോലെ ആയിരിക്കും. ഓക്കെ, ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം വലിപ്പത്തിലും മാസിലും ഗുണത്തിലും എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വലിപ്പത്തിലും ഗുണത്തിലും മാസിലും വ്യത്യസ്ത സ്വഭാവമുള്ളവയായിരിക്കും. അപ്പോൾ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വലിപ്പത്തിലും ഗുണത്തിലും മാസിലും എന്തായിരിക്കും? വ്യത്യസ്തമുള്ളവയായിരിക്കും എന്ന് ഓർത്തു വെച്ചേക്കുക. വലിപ്പം, ഗുണം, മാസ് കേട്ടോ. വലിപ്പം, ഗുണം, മാസ് എന്നിവയിൽ വ്യത്യസ്തരായിരിക്കും വ്യത്യസ്ത മൂലകങ്ങൾ. ഒരേ മൂലകമാണെങ്കിൽ അവയെല്ലാം സെയിം ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതാണ് ജോൺ ഡാൾട്ടന്റെ ആധുനിക അറ്റോമിക സിദ്ധാന്തം. ആധുനിക അറ്റോമിക സിദ്ധാന്തത്തിലെ എല്ലാ ആശയങ്ങളും ഒരു തവണ ഒന്ന് കേട്ട് പഠിച്ചേക്കുക. സെറ്റല്ലേ? ഒന്ന് നോക്കേണ്ട ഭാഗമാണ്. അടുത്തിലേക്ക് വരാം. അടുത്തത് നമ്മുടെ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായും നോക്കേണ്ട ഭാഗങ്ങളിൽ ഒന്നാണിത്. നമ്മുടെ മൂലക വർഗീകരണ മേഖലയാണ് കേട്ടോ. മൂലക, മെൻഡലീഫിന്റെ ആവർത്തന നിയമത്തിലേക്ക് കടക്കും മുന്നേ നമുക്ക് മൂലക വർഗീകരണ മേഖലയൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ന്യൂലാൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയാൻ പോകുന്നത്. ന്യൂലാൻസ് മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ എട്ടാമത് വരുന്ന മൂലകവും കണ്ടോ, വരുന്ന ഓരോ മൂലവും ഗുണങ്ങളിൽ ആദ്യത്തേതിന്റെ ആവർത്തനമാണ്. കണ്ടോ, എട്ടാമത് വരുന്ന ഓരോ മൂലവും ഗുണങ്ങളിൽ ആദ്യത്തേതിന്റെ ആവർത്തനമാണ് എന്ന് പറഞ്ഞ ലോയാണ് ഏത്? നമ്മുടെ അഷ്ടക നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഒക്ടേവ്സ് എന്നറിയപ്പെടുന്നത്. ഇത് നമ്മുടെ സപ്തസ്വരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ, രി, ഗ, മ, പ, ധ, നി. അതിനുശേഷം വരുന്ന അടുത്ത സ്വരം ഏതാണ്? സായാണ്. 7 സ്വരങ്ങൾ കഴിഞ്ഞ് എട്ടാമത്തെ സ്വരവും ഒന്നാമത്തെ സ്വരവും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞ നിയമമാണ് ഇത്? അഷ്ടക നിയമം. അതായത് 7 കഴിഞ്ഞു വരുന്ന എട്ടാമത്തെ മൂലകത്തിനും ഒന്നാമത്തെ മൂലകത്തിനും ഒരേ സ്വഭാവമാണ് എന്ന് പറഞ്ഞ നിയമമാണ് ഏത്? ന്യൂലാൻസിന്റെ അഷ്ടക നിയമം. ഓർത്ത് വെച്ചുക, ന്യൂലാൻസിന്റെ ആണ് ഏത്? അഷ്ടക നിയമം.
ഓക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഡോബറൈനർ എന്നൊരു പേര് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഡോബറൈനർ കൊണ്ടുവന്ന നിയമം ഏതാ? ത്രിക നിയമമാണ്. ഡോബറൈനർ പേര് പഠിച്ചോണ്ടേ. ഡോബറൈനർ ആണ് ഈ നിയമം കൊണ്ടുവന്നേ? ത്രിക നിയമം. മറക്കല്ലേ, ത്രിക നിയമം. അപ്പൊ ത്രിക നിയമം ആരുടെയാ? ഡോബറൈനറുടെയാണ്. അഷ്ടക നിയമം ആരുടെയാ? ന്യൂലാൻഡ്സിന്റെ ആണ് ചോദിക്കും. ഓക്കെ. ഇനി മെൻഡലീഫ് എന്ന ശാസ്ത്രജ്ഞൻ അതുവരെ അറിയപ്പെട്ടിരുന്ന 63 മൂലകങ്ങളുടെ അവയുടെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ച് ഒരു പട്ടിക തയ്യാറാക്കി. ആ പട്ടികയാണ് ലോകം എന്ത് വിളിച്ചത്? നമ്മുടെ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ആവർത്തന പട്ടിക എന്ന് വിളിച്ചത്. അപ്പൊ മെൻഡലീഫ് എന്ന ശാസ്ത്രജ്ഞൻ അതുവരെ അറിയപ്പെട്ടിരുന്ന എത്ര മൂലകങ്ങളെയാ? 63 മൂലകങ്ങളെ. എത്രയാ? 63 മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ച് ഒരു പട്ടിക തയ്യാറാക്കി. ഇങ്ങനെ തയ്യാറാക്കിയപ്പോൾ ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ കൃത്യമായ ഇടവേളകൾ ആവർത്തിക്കുന്നതായിട്ട് കണ്ടെത്തുകയും ആര് ചെയ്തു? മെൻഡലീഫ് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഓർത്ത് വെച്ചേക്കണം, ന്യൂലാൻഡ്സ് കൊണ്ടുവന്നെയാണ് ഇത് അഷ്ടക നിയമം. ഡോബറൈനറാണ് ത്രിക നിയമം അവതരിപ്പിച്ചത്. അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ ക്രമീകരിച്ച ആരാണ്? മെൻഡലീഫാണ്. 3 കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കണേ. അപ്പൊ അഷ്ടക നിയമം ആരുടെയാ? ന്യൂലാൻഡ്സിന്റെ ആണ്. ഡോബറൈനറുടെ എന്താണ്? ത്രിക നിയമമാണ്. അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ ക്രമീകരിച്ച ആരാ? മെൻഡലീഫാണ്. ഈ മെൻഡലീഫ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു നിയമം കൊണ്ടുവന്നു. അതാണ് എന്ത്? മെൻഡലീഫിന്റെ ആവർത്തന നിയമം അല്ലെങ്കിൽ പീരിയോഡിക് ലോ അല്ലെങ്കിൽ ക്രമാവർത്തന നിയമം എന്ന് പറയും. എന്ത് പറയും? ക്രമാവർത്തന നിയമം. എന്താണെന്ന് വായിച്ചാലോ? മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ്. മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന് പറഞ്ഞതും കൂടിയാണ് ഇത് നമ്മുടെ ക്രമാവർത്തന നിയമം അല്ലെങ്കിൽ മെൻഡലീഫിന്റെ ആവർത്തന നിയമം അല്ലെങ്കിൽ പീരിയോഡിക് ലോ എന്ന് അറിയപ്പെടുന്നത്. മെൻഡലീഫിന്റെ ആവർത്തന പട്ടികയാണ് നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആ പട്ടികയിലെ വിലങ്ങനെയുള്ള നിരകളെ എന്ത് വിളിക്കണം? പീരീഡുകൾ എന്ന് വിളിക്കണം. അപ്പൊ ആവർത്തന പട്ടികയിലെ വിലങ്ങനെയുള്ള നിരകളാണ് എന്ത്? പീരീഡുകൾ. കുത്തനെയുള്ള വരികളെ ഗ്രൂപ്പുകൾ എന്നും വിളിക്കണം. പോയിന്റുകൾ ശ്രദ്ധിച്ചോണേ. ഒന്നുകൂടെ പറയാം. പട്ടികയിലെ വിലങ്ങനെയുള്ള നിരകളെ പീരീഡുകൾ. വിലങ്ങനെയുള്ള നിരകളെ എന്ത് വിളിക്കണം? പീരീഡുകൾ എന്ന് വിളിക്കണം. ഓക്കെ ആണ്. അപ്പോൾ ഓർത്ത് വെക്കുക. പിന്നെ കുത്തനെയുള്ള വരികളെ എന്ത് വിളിക്കണം? ഗ്രൂപ്പുകൾ എന്നും വിളിക്കേണ്ടതാണ്. ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ രാസ സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓർത്ത് വെച്ചേ. ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ രാസ സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്ന ആരുടെ പീരിയോഡിക് ടേബിളിലാണ്? മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിലാണ്. ഓർത്ത് വെച്ചേക്കുക. ഗ്രൂപ്പുകളിലുള്ള മൂലകങ്ങൾ രാസ സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നത് ആരുടെ പീരിയോഡിക് ടേബിളിലാണ്? മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിലാണ്. അപ്പൊ ഈ ഭാഗവും നന്നായിട്ടൊന്ന് നോക്കി വെക്കേണ്ടതാണ്. സെറ്റാണെന്ന് കരുതുന്നു. ഇനി അടുത്തത് മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ സവിശേഷതകൾ. പിന്നെ ചോദ്യം വന്നിട്ടുള്ള മേഖല ഇതാണ്. മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ സവിശേഷതകൾ നോക്കിയാലോ? ഒന്നാമത്തത്, അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. ശരിയാണ്. അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. അറിയപ്പെടാതിരുന്ന മൂലകങ്ങൾക്കായിട്ടുള്ള കളങ്ങൾ ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തിരുന്നു. ഇനിയും കണ്ടെത്തപ്പെടാനുള്ള മൂലകങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? വേക്കന്റ് സ്പേസ് ഇടുകയും അവയുടെ ഗുണങ്ങൾ എങ്ങനെയാണെന്ന് പ്രവചിക്കുകയും ചെയ്ത വ്യക്തിയാണ് മെൻഡലീഫ് എന്ന് പറയപ്പെടുന്നത്. ഈ സമാന ഗുണമുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധം വർഗീകരിച്ചത് മൂലകങ്ങളുടെയും അവയുടെ സംയുക്തങ്ങളെയും കുറിച്ചുള്ള പഠനം, രസാന്തര പഠനം എളുപ്പമാക്കി എന്നുള്ള കാര്യം ഓർത്തോണം. അപ്പോൾ ഒരേ ഗുണമുള്ള മൂലകങ്ങളെല്ലാം എന്ത് ചെയ്തു? ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധം വർഗീകരിച്ചു വെച്ചു. അപ്പോൾ അതെന്താണ്? മൂലക പഠനം അല്ലെങ്കിൽ മൂലകങ്ങളും അവയുടെ സംയുക്തവുമായിട്ടുള്ള പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ സഹായിച്ചു. ഇനി അടുത്തത്, അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെട്ടില്ല. ഓർത്ത് വെച്ചേക്കണേ. അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെട്ടില്ല. എസ്പെഷ്യലി ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഹൈഡ്രജന് ഒരു കൃത്യമായ സ്ഥാനം നൽകാൻ കഴിയാതെ വന്ന ആർക്കാണ്? മെൻഡലീഫിനാണ്. അതൊരു പോയിന്റ് ആണ്, ശ്രദ്ധിച്ചോണം. ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല എന്നതും ആരുമായി ബന്ധപ്പെട്ട കാര്യമാണ്? മെൻഡലീഫുമായി ബന്ധപ്പെട്ടാണ്. ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. അപ്പോൾ ഗുണത്തിൽ വളരെയധികം വ്യത്യാസമുള്ളത് എന്ന് വെച്ചാൽ ഒരുപാട് കാഠിന്യമുള്ള മൂലകവും നല്ല മൃദുവായ മൂലകവും ഒക്കെ എന്ത് ചെയ്തു? ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് ആർക്ക് വന്നു? നമ്മുടെ മെൻഡലീഫിന് വന്നു. അപ്പം മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. മെൻഡലീഫുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ ശരിയായത് എന്ന് ചോദിക്കാം. അപ്പം ശ്രദ്ധിച്ച് വെച്ചേക്കുക. ഒന്നുകൂടെ ഞാൻ വായിക്കാം, ശ്രദ്ധിച്ച് കേട്ടോളുക. അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. അറിയപ്പെടാതിരുന്ന മൂലകങ്ങൾക്കായുള്ള കളങ്ങൾ ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു.
സമാന ഗുണമുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധം വർഗീകരിച്ചത് മൂലകങ്ങളെയും അവയുടെ സംയുക്തങ്ങളെയും കുറിച്ചുള്ള പഠനം എളുപ്പമാക്കി. അറ്റോമിക് മാസിന്റെ ആരോഹണക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല. ഹൈഡ്രസിന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. ഓക്കെ, ഒരു പോയിന്റും വിടരുത്, എല്ലാ പോയിന്റും പഠിക്കാം. ഇനി അടുത്തത് മൂലക വർഗീകരണത്തിലുള്ള ആദ്യകാല ശ്രമങ്ങളിൽ നമ്മൾ ഡോബറൈനറുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ആന്റണിയോ ലാവോസിനെ കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പൊ ശ്രദ്ധിച്ചോളുക. ഡോബറൈനറെ കുറിച്ച് ഒന്നുകൂടെ പറയാം. ഡോബറൈനർ മൂലകങ്ങളെ സമാന ഗുണമുള്ള 3 എണ്ണമുള്ള ഗ്രൂപ്പുകളാക്കി തിരിച്ചു. 3 മൂലകങ്ങളുള്ള ഒരു ഗ്രൂപ്പുകളാക്കി തിരിച്ചു. അതാണ് ഇങ്ങനെ ഒരു 3 മൂലകങ്ങൾ വരുന്ന ഒരു ഗ്രൂപ്പ് വെച്ചിട്ട് തിരിച്ചു. ഓക്കെ, എന്നിട്ട് ഈ ഗ്രൂപ്പുകളെ ത്രികങ്ങൾ എന്ന് വിളിച്ചു. ഈ ഗ്രൂപ്പുകളെ എന്ത് വിളിച്ചു? ത്രികങ്ങൾ എന്ന് വിളിച്ചു. ഇംഗ്ലീഷ് ട്രയാഡ്സ്. പഠിച്ചോടെ, ട്രയാഡ്സ്. ത്രികങ്ങളിൽ മധ്യത്തിലുള്ള മൂലകത്തിന്റെ അറ്റോമിക മാസ് മറ്റ് 2 മൂലകങ്ങളുടെയും അറ്റോമിക മാസിന്റെ ഏകദേശ ശരാശരിയാണെന്ന് പ്രസ്താവിച്ചു. ഇതാണ് എന്ത്? ത്രിക നിയമം. നമ്മൾ വിശദമായിട്ട് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് ത്രിക നിയമം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരെണ്ണം വരച്ച് കാണിക്കാം. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ത്രിക നിയമം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം സരിഗമ പദനിസ വെച്ച് അഷ്ടക നിയമം ഓർത്ത് വെക്കാം. പക്ഷേ ത്രിക നിയമം ഓർത്ത് വെക്കാൻ വേണ്ടി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. കണ്ടേ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലിഥിയത്തിന്റെ അറ്റോമിക് മാസ് 7, സോഡിയം 23, പൊട്ടാസ്യം 39. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ത്രികങ്ങളിലെ മധ്യത്തിലുള്ള മൂലകത്തിന്റെ അറ്റോമിക് മാസ് എന്ന് വെച്ചാൽ മറ്റ് 2 മൂലകങ്ങളുടെ അറ്റോമിക് മാസിന്റെ ഏകദേശ ശരാശരിയാണ്. മറ്റ് 2 മൂലകങ്ങൾ, ഒന്നാമത്തെ മൂലകവും 3ാമത്തെ മൂലകവും, അവയുടെ അറ്റോമിക മാസിന്റെ ഏകദേശ ശരാശരിയാന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം, ഇവയുടെ ശരാശരി എടുക്കാം. എത്ര വരും? 46/2 ചെയ്യുമ്പോൾ 23. 23 അല്ലേ നടുക്കിരിക്കുന്ന മൂലകത്തിന്റെ അറ്റോമിക മാസ്? യെസ്, ഇതാണ് നമ്മുടെ ത്രിക നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ മൂലകത്തിന്റെയും 3ാമത്തെ മൂലകത്തിന്റെയും അറ്റോമിക മാസുകളുടെ ശരാശരിയാണ് 2ാമത്തെ മൂലകത്തിന്റെ അറ്റോമിക മാസ്. ഈസി അല്ലേ? ഒന്നാമത്തെ മൂലകത്തിന്റെയും 3ാമത്തെ മൂലകത്തിന്റെയും അറ്റോമിക മാസുകളുടെ ശരാശരിയാണ് 2ാമത്തെ മൂലകത്തിന്റെ അറ്റോമിക് മാസ്. ഇനി അതല്ല, പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് തന്നെ ബൈ ഹാർട്ട് ചെയ്യണം എന്നുള്ളവർ ഇങ്ങനെ പഠിച്ചോ. ത്രികങ്ങളിൽ മധ്യത്തിലുള്ള മൂലകത്തിന്റെ അറ്റോമിക് മാസ് മറ്റ് 2 മൂലകങ്ങളുടെയും അറ്റോമിക് മാസിന്റെ ഏകദേശ ശരാശരിയാണ് എന്ന് പ്രസ്താവിച്ച നിയമമാണ് ഏത്? ത്രിക നിയമം. കൊണ്ടുവന്ന ആളുടെ പേര് ഡോബറൈനർ ആണ്. എങ്ങനെ പഠിച്ചാലും മാർക്ക് വാങ്ങിച്ചാൽ മാത്രം മതി. ഓക്കെ, S4 മുന്നോട്ട്. ഏതാനും മൂലകങ്ങളെ മാത്രമാണ് ഈ രീതിയിൽ വർഗീകരിക്കാൻ കഴിഞ്ഞത്. ഇതും പരാജയപ്പെട്ട വർഗീകരണങ്ങളിൽ ഒന്നാണ് കേട്ടോ, ഡോബറൈനറുടെ ത്രിക നിയമം. ആന്റണിയോ ലാവോസിനെ വിട്ടുപോകാൻ പാടില്ല. നമ്മളവിടെ ആന്റണിയോ ലാവോസിലേക്ക് തിരിച്ചു വന്നു. മൂലക വർഗീകരണത്തിലുള്ള ആദ്യകാല ശ്രമങ്ങൾ നടത്തിയവരിൽ ഒരാളാണ് ലാവോസിയർ. ആധുനിക രസാന്തരത്തിന്റെ പിതാവാണ് ആര്? ആന്റണിയോ ലാവോസിയർ അല്ലെ? ആധുനിക രസാന്തരം ആരുടെയാ? ആന്റണിയോ ലാവോസിയറുടെ ആണ്. നമുക്ക് നോക്കാം അദ്ദേഹം എന്താ ചെയ്തതെന്ന്. അദ്ദേഹം അന്ന് അറിയപ്പെട്ടിരുന്ന മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചു. അന്ന് അറിയപ്പെട്ടിരുന്ന മൂലകങ്ങളെ എന്ത് ചെയ്തു? ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചു. അപ്പൊ മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്ന് ആദ്യമായി വർഗീകരിച്ച വ്യക്തിയാണ് ആര്? ആന്റണിയോ ലാവോസിയർ. അപ്പൊ ആദ്യ വർഗീകരണം ആന്റണിയോ ലാവോസിയറാണ്. പിന്നെയാണ് ഡോബറൈനർ, പിന്നെയാണ് ന്യൂലാൻസ്, പിന്നെയാണ് മെൻഡലീഫ്, അതിനുശേഷമാണ് മോസ്ലി വരുന്നത്. സെറ്റാണല്ലോ? ആദ്യം വരുന്ന ആരാ? ലാവോസിയർ, പിന്നെ ആരാ? ഡോബറൈനർ, പിന്നെ ആരാ? ന്യൂലാൻസ്. ന്യൂലാൻസിന് ശേഷമാണ് മെൻഡലീഫ്. മെൻഡലീഫിനും ശേഷമാണ് ആര് വരുന്നത്? യെസ്, നമ്മുടെ മോസ്ലി വരുന്നത്. സെറ്റ്. ഇനി ഇതാണ്ട് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരെണ്ണമാണ്. ഇത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മൂലകങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് കണ്ടപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയോണ്ട് കൊണ്ടുവന്നതാണ്. പ്രിലിമിനറി പരീക്ഷയാണ്. ഒരുപാട് ടഫ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഈസിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. ഒക്കെ പഠിച്ചതന്നെ ചോദിക്കുള്ളൂ, ടെൻഷൻ വേണ്ട. നമുക്ക് നോക്കാം. എ കോളത്തിനനുസരിച്ച് BC കോളങ്ങൾ ക്രമീകരിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത് മൂലകങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബിയിലെ പ്രതീകവും ഞാൻ അടിസ്ഥാനമായ കാര്യവുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫ്രാൻസിയം. ഫ്രാൻസിന്റെ സിമ്പിൾ എന്താ പഠിച്ചേക്കുന്നത്? FR അല്ലെ? ഓർമ്മയില്ലേ? ഫ്രാൻസിയം FR ആണ്. ഓക്കെ, FR എന്ന് വെച്ചാൽ അത് ഫ്രാൻസിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഫ്രാൻസ് എന്ന രാജ്യവുമായി ബന്ധപ്പെട്ട മൂലകമാണ് കേട്ടോ. ഫ്രാൻസ് എന്ന രാജ്യവുമായി ബന്ധപ്പെട്ട മൂലകമാണ് ഇത് ഫ്രാൻസിയം. ഓക്കെ, ഫ്രാൻസ് എന്ന രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകമാണ് ഇത് ഫ്രാൻസിയം. അടുത്ത ക്യൂറിയമാണ്. ക്യൂറിയം എന്ന് പറയുമ്പോഴേ നിങ്ങൾക്കറിയാം ആരാണ്? മാഡം ക്യൂറിയുമായി ബന്ധപ്പെട്ട മൂലകമാണ് അല്ലേ? അപ്പൊ ക്യൂറിയത്തിന്റെ സിമ്പിള് CM വന്നാ കണ്ടോ? CM എന്ന് ഓർത്ത് വെച്ചേക്ക. CM ചീഫ് മിനിസ്റ്റർ മനസ്സിൽ വന്നില്ലേ? ഓർത്ത് വെച്ചേക്ക. ക്യൂറിയം CM ആണ്. അതൊരു ശാസ്ത്രജ്ഞയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. സെറ്റ് അല്ലേ? ശാസ്ത്രജ്ഞയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സെറ്റ്. ഞാൻ അടുത്തേക്ക് വരാം. റുബീഡിയം ആണ്.
റുബീഡിയത്തിന്റെ സിമ്പൽ എന്താ? യെസ്, RB എന്നാണ് കേട്ടോ. RB റുബീഡിയത്തിന്റെ എന്താണ്? RB എന്നാണ്. റുബീഡിയം എന്ന് പറയുന്നത് ഒരു നിറമാണ് കേട്ടോ. റൂബി റെഡ് എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? അപ്പൊ നിറത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകമാണ്. അടുത്ത നെപ്റ്റ്യൂണിയം. നെപ്റ്റ്യൂൺ എന്ന് വെച്ചാൽ നെപ്റ്റ്യൂൺ എന്ന ഗ്രഹമാണ്. അപ്പൊ നെപ്റ്റ്യൂണത്തിന്റെ സിമ്പൽ NB എന്നാണ് കേട്ടോ. NB ഒരു ഗ്രഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകമാണ് കേട്ടോ. ഗ്രഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം, ഒരു പ്ലാനറ്റിന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകമാണ്. അടുത്ത യൂറോപ്യം. യൂറോപ്യത്തിന്റെ സിമ്പൽ EU എന്നാണ് കേട്ടോ. യൂറോപ്യത്തിന്റെ സിമ്പൽ എന്താണ്? EU എന്നാണ്. EU എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂറോപ്പ് എന്താണ്? ഒരു വൻകരയാണ്, അല്ലെങ്കിൽ എന്താണ്? ഒരു ഭൂഖണ്ഡമാണ്, ഒരു കോണ്ടിനെന്റ് ആണ്. അപ്പോൾ ഒരു കോണ്ടിനെന്റിന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങളിൽ ഒന്നാണ് ഇത് യൂറോപ്യം എന്ന് പറയപ്പെടുന്നത്. ഇനി ആരുണ്ട്? ടൈറ്റാനിയം. ടൈറ്റാനിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം TI എന്നാണ് സിമ്പല്. ടൈറ്റാൻ എന്ന് പറയപ്പെടുന്ന ഉപഗ്രഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നതാണ്. ടൈറ്റാൻ എന്ന ഉപഗ്രഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നതാണ്. നമുക്ക് എന്താണല്ലോ ഒന്നുകൂടെ ഒന്ന് വായിക്കാൻ ശ്രദ്ധിച്ചോ. ഫ്രാൻസിയം FR രാജ്യം. അടുത്ത ക്യൂറിയം CM ശാസ്ത്രജ്ഞ. റുബീഡിയം RB നിറം. നെപ്റ്റ്യൂണിയം NP ഗ്രഹം. യൂറോപ്യം EU വൻകര ഓർ ഭൂഖണ്ഡം അല്ലെങ്കിൽ കോണ്ടിനെന്റ്. സെറ്റാണ്. അടുത്തത് ടൈറ്റാനിയം TI ഉപഗ്രഹം. ഓക്കെ അല്ലേ? എളുപ്പമുള്ള മേഖല ഒന്ന് നോക്കി വെച്ചിട്ട് പോവാം. ഇനി അടുത്ത മൂലകം നാമകരണത്തിന്റെ അടിസ്ഥാനം പ്രതീകം. ഇതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. നമുക്കൊന്ന് ചെയ്താലോ? യെസ്, ചെയ്യാം. ആദ്യം മൂലകമുണ്ട്, നാമകരണത്തിന്റെ അടിസ്ഥാനമുണ്ട്, പ്രതീകമുണ്ട്. ഇൻഡിയം എന്നാണ് ഇവിടെ തന്നേക്കുന്ന മൂലകം. ഇൻഡിയം പലരും തെറ്റിക്കാൻ ചാൻസ് ഉള്ളതാണ്, പഠിച്ചിട്ട് തന്നെ പോകണം. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പേരല്ല. ഇന്ത്യൻ ഓഷൻ എന്ന് പറയപ്പെടുന്ന സമുദ്രത്തിന്റെ പേരല്ല. ഇൻഡസ് എന്ന നദിയുടെ പേരല്ല. പിന്നെന്താ? ഇൻഡിഗോ എന്ന നിറമാണ് കേട്ടോ. ഇതെല്ലാം ഓപ്ഷനിൽ വന്നാൽ ചിന്തിക്കും, ദൈവമേ എന്താണെന്ന്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്, നമുക്ക് തെറ്റിക്കത്തില്ല, നമുക്ക് ചിന്തയെ വരില്ല, കൺഫ്യൂഷനും ഇല്ല. നമുക്കറിയാം എന്താ ഇന്ത്യ ഇൻഡിഗോ എന്ന നിറം. സിമ്പൽ എന്താ? IN ആണ് കേട്ടോ. IN. ഇന്ത്യയായിട്ട് ഒരു ബന്ധമില്ല, ഓർത്ത് വെച്ചിരിക്കുക. ഇൻഡിഗോ എന്ന നിറമാണ് കേട്ടോ. ഇനി അടുത്ത റൂദർഫോർഡ്. റൂദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകത്തിന്റെ സിമ്പൽ RF എന്നാണ്. മൂലകത്തിന്റെ പേര് എന്താ? റൂദർഫോഡിയം. എന്താണ്? റൂദർഫോഡിയം. ഓർത്ത് വെച്ച് കേട്ടോ. റൂദർഫോഡിയം എന്നാണ് കേട്ടോ. റൂദർഫോഡിയം. റൂദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞന്റെ പേരിൽ അറിയപ്പെടുന്നതാണ്. RF എന്നാണ് സിമ്പൽ. അടുത്ത ജർമേനിയമാണ്. സ്വാഭാവികമായിട്ടും ജർമ്മനി എന്ന് പറയപ്പെടുന്ന രാജ്യത്തിന്റെ പേരിൽ നിന്നാണ് നമുക്ക് ഈ മൂലകത്തിന് പേര് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ജർമേനിയമാണ്. ജർമേനിയത്തിന്റെ സിമ്പൽ എന്താണ്? GR ആണ് കേട്ടോ. ജർമേനിയമാണ്. ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ജർമേനിയമാണ്, മറക്കാൻ പാടില്ല. ഇനി അടുത്ത സിൽവർ ആണ്. സിൽവർ എന്ന് വെച്ചാൽ അർജന്റം ലാറ്റിൻ പേരാണ്. ഓർത്ത് വെച്ചേക്കുക. സിൽവറിന് അർജന്റം എന്ന ലാറ്റിൻ പേര്. സിൽവറിന്റെ സിമ്പല് AG എന്നാണ് കേട്ടോ. AG. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ജർമേനിയത്തിന്റെ സിമ്പല് GE ആട്ടോ. GE ആണ് കേട്ടോ, മറക്കല്ലേ. GE. ജർമേനിയം GE ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയാണ് ജർമേനിയം രാജ്യത്തിന്റെ പേരിൽ നിന്ന് അറിയപ്പെടുന്നതാണ്. GE എന്നുള്ളതാണ് സിമ്പല്, മറക്കാൻ പാടില്ല. അപ്പോൾ AG അർജന്റമാണ്, ലാറ്റിൻ പേരാണ്, സിൽവറിന്റെ ആണ്. അപ്പോൾ ഇതെല്ലാം നോക്കി വെച്ചേക്കുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് ഈ ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി അടുത്തത് ചില ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ നൽകിയിരിക്കുന്നു. ഡോബറൈനർ, ലാവോസിയ, ന്യൂലാൻസ്, മെൻഡലീഫ്. ഓക്കെ. ഇനി അവരുമായി ബന്ധപ്പെട്ടൊരു 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റുകളും സയന്റിസ്റ്റുകളെയും യോജിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ജോലി. ചെയ്താലോ? ചെയ്യാം. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെയും ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെയും ഉചിതമായ ജോഡിയായി ചേർക്കുക. വായിച്ചു നോക്കാം. മൂലകങ്ങളെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ്. ഇപ്പോൾ വായിച്ചതേ ഉള്ളൂ നമ്മൾ, അല്ലെ? കേട്ടതേ ഉള്ളൂ. മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന് പറഞ്ഞ ആരാ? യെസ്, മെൻഡലീഫ് ആണ്. നമ്മുടെ ഒന്നാമത്തെ ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താണ്? മെൻഡലീഫ്. മറക്കത്തില്ലല്ലോ. യെസ്. രണ്ടാമത്തെ വായിക്കാം. സമാന ഗുണങ്ങളുള്ള 3 മൂലകങ്ങൾ അടങ്ങിയ ഗ്രൂപ്പുകൾ ത്രികങ്ങളായി തിരിച്ചു. ത്രികങ്ങൾ കേൾക്കുമ്പോഴേ ഏത് പേര് മനസ്സിൽ വരണം? പോരട്ടെ, ഡോബറൈനർ. ആരാണ്? ഡോബറൈനർ ആണ്. ഓക്കെ, ഡോബറൈനർ ആണ്. അതും സെറ്റ്. അടുത്ത മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചു. ആദ്യമായി മൂലകങ്ങളെ വർഗീകരിച്ച ആരാണ്? ആദ്യമായി മൂലകങ്ങളെ വർഗീകരിച്ചത് ആന്റോണിയോ ലാവോസിയർ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ലാവോസിയർ ആണ്. ഈ ലാവോസിയർ എന്ന് പറയപ്പെടുന്ന സയന്റിസ്റ്റ് ഓർത്ത് വെച്ചേക്കേണ്ട കാര്യം എന്താണ്? അദ്ദേഹം ആധുനിക രസതന്ത്രത്തിന്റെ പിതാവാണ്. ഇനി മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ 8ാമത് വരുന്ന മൂലകവും
വരുന്ന ഓരോ മൂലകവും ഗുണങ്ങളിൽ ആദ്യത്തേന്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തി. സരിഗമ പദനിസ ഏതാ? യെസ്, നമ്മുടെ ന്യൂലാൻഡ്സ് ആണ്. മറക്കല്ല, ആരുമായിട്ട് ബന്ധപ്പെട്ടയാണ്? ന്യൂലാൻഡ്സുമായിട്ട് ബന്ധപ്പെട്ടയാണ്. ഓർത്ത് വച്ചേക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് വായിച്ചിട്ട് പോവുക. മൂലകങ്ങളെ രാസഭൗതിക ഗുണങ്ങൾ, അവരുടെ അറ്റോമിക് മാസിന്റെ ആവർത്തന ഫലങ്ങളാണ് മെൻഡലീഫ്. സമാന ഗുണങ്ങളുള്ള 3 മൂലകങ്ങൾ അടങ്ങിയ ഗ്രൂപ്പുകൾ ത്രികങ്ങളായി തിരിച്ചു ഡോബ്രൈനർ. മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചു ലാവോസിയർ. മൂലകങ്ങളെ അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ 8ാമത് വരുന്ന ഓരോ മൂലകവും ഗുണങ്ങളിൽ ആദ്യത്തേന്റെ ആവർത്തന ഫലമാണെന്ന് കണ്ടെത്തിയ ആരാണ്? ന്യൂലാൻഡ്സ് ആണ്. ഇത് ത്രിക നിയമമാണ്. ഇതെന്താണ്? ഇത് അഷ്ടക നിയമമാണ്. ഓക്കെ, ഇതെന്താണ്? ക്രമാവർത്തന നിയമമാണ്. ഓക്കെ, അപ്പൊ ആദ്യ വർഗീകരണം ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് ആര് വർഗീകരിച്ചു? ആന്റണിയോ ലാവോസിയർ. സെറ്റ്, ഈസി ഭാഗം അല്ലേ. അടുത്തത് താണ്ടെ ABC കോളങ്ങൾ ഉചിതമായ രീതിയിൽ എന്ത് ചെയ്യുക? ചേർത്ത് എഴുതുക. ഇത് നമ്മുടെ മൂലകങ്ങൾ എന്ന് പറയപ്പെടുന്നതിൽ ലോഹങ്ങൾ എന്ന ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടയാണ്. ശ്രദ്ധിക്കാം, ലോഹത്തിന്റെ പേരുണ്ട്, സവിശേഷതയുണ്ട്, പ്രതീകമുണ്ട്. വെള്ളിയുണ്ട്, പ്ലാറ്റിനം ഉണ്ട്, സ്വർണ്ണമുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്നും പ്രത്യേകിച്ചുള്ള ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഈസി ഉള്ളതാണ്. നോക്കാം. വെള്ളിയുമായി ബന്ധപ്പെട്ട് എന്താ പഠിച്ചേ? ഉയർന്ന ചാലകത. വൈദ്യുത ചാലകതയാണെങ്കിലും താപചാലകതയാണെങ്കിലും ഏറ്റവും കൂടുതൽ ആർക്കാണ്? വെള്ളിക്കാണ്. അപ്പൊ തന്നിരിക്കുന്നതിനകത്ത് ഉയർന്ന വൈദ്യുത ചാലകതയ്ക്ക് നേരെ ആരെ കൊടുക്കാം? വെള്ളിയെ കൊടുക്കാം. വെള്ളിയുടെ സിമ്പൽ നമുക്കറിയാം, Ag എന്നാണ്. ഈസി അല്ലേ? ആണ്. പ്ലാറ്റിനം എന്താ പഠിച്ചേ? ഉയർന്ന ഡക്റ്റിലിറ്റി ഉള്ള ആളാണ് പ്ലാറ്റിനം. എന്താ സിമ്പല്? PT എന്നാണ് സിമ്പല്. ഓക്കെ, ഇനി അടുത്ത എന്താ? സ്വർണം. ഏറ്റവും ഉയർന്ന മാലിയബിലിറ്റി ആർക്കാ ഉള്ളേ? സ്വർണത്തിനാണ്. സ്വർണത്തിന്റെ സിമ്പൽ എന്താണ്? AU എന്നാണ്. ലാറ്റിൻ പേര് ഓറമാണ് കേട്ടോ. സ്വർണത്തിന്റെ സിമ്പൽ എന്താണ്? AU ആണ്. വായിക്കാം. വെള്ളി ഉയർന്ന വൈദ്യുത ചാലകത Ag. പ്ലാറ്റിനം ഉയർന്ന ഡക്റ്റിലിറ്റി PT. സ്വർണം ഏറ്റവും ഉയർന്ന മാലിയബിലിറ്റി AU. സെറ്റല്ലേ? ഓക്കെ, അടുത്തത് ചില ലോഹങ്ങളുടെ പേരുകൾ ബോക്സിൽ നൽകിയിരിക്കുന്നു. കാൽഷ്യം, മെർക്കുറി, ഗാലിയം, ചെമ്പ്, വെള്ളി. കണ്ടോ? ഇനി എന്താണ്? ഇവയിൽ നിന്നും ചൂടെയുള്ള സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായവ തിരഞ്ഞെടുത്തെഴുതുക. അപ്പോൾ ഇതെല്ലാം ചോദ്യമായി നമുക്ക് പ്രതീക്ഷിക്കാവുന്നവയാണ്. വായിക്കാം. അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളുമായി പ്രവർത്തിച്ച് ഉപരിതലത്തിൽ ക്ലാവ് ഉണ്ടാകുന്നു. ക്ലാവ് എന്താ? ബേസിക് കോപ്പർ കാർബണേറ്റ്. ക്ലാവ് എന്ന് വെച്ചാൽ എന്താ? ബേസിക് കോപ്പർ കാർബണേറ്റ്. ക്ലാവ് ഉണ്ടാവുന്ന ആർക്കാ? യെസ്, ചെമ്പിനാണ്. ആർക്കാണ്? ചെമ്പ്. ചെമ്പിന്റെ സിമ്പൽ എന്താ? Cu. ഓക്കെ അല്ലേ? ഒന്ന് കിട്ടി. ഇനി ഏറ്റവും കൂടുതൽ താപചാലകതയുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ചാലകതയിൽ മുന്നിൽ നിൽക്കുന്ന ആരാ? വെള്ളിയാ. താപചാലകതയാണെങ്കിലും വൈദ്യുത ചാലകതയാണെങ്കിലും ഏറ്റവും കൂടുതൽ ആർക്ക് തന്നെയാണ്? യെസ്, നമ്മുടെ വെള്ളിക്ക് തന്നെയാണ്. അപ്പൊ ആൻസർ എന്താണ്? വെള്ളിയാണ്. വെള്ളിയുടെ സിമ്പൽ എന്താ? Ag എന്നാണ്. സിൽവർ Ag. അർജന്റ്. അടുത്ത കൈവെള്ളയിൽ വെച്ചാൽ ഉരുകുന്ന ലോഹം. കൈവെള്ളയുടെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്ന ലോഹമാണ് ഇത്? ഗാലിയം. പഠിച്ചോണേ, ഗാലിയം. ഗാലിയം സിമ്പല് Ga ആണ്. ഗാലിയം കണ്ടെത്തിയാരാ? മെൻഡലീഫ് ആണ് കേട്ടോ. മെൻഡലീഫ്. ഈ മെൻഡലീഫ് ആണെങ്കിൽ ഗാലിയത്തെ കണ്ടെത്തി കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞ കാര്യമാണ്, ഞാൻ കണ്ടെത്തിയിരിക്കുന്ന മൂലകം എൻ്റെ കൈവെള്ളയിൽ വെച്ചാൽ പോലും ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്ന ലോഹമാണെന്ന്. ഓക്കെ, അപ്പം മെൻഡലീഫ് ആണ് ഗാലിയത്തെ കണ്ടെത്തിയത്. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏതാ? മെർക്കുറിയാണ്. ഏതാണ്? മെർക്കുറി. ആൻസർ ഏതാണ്? മെർക്കുറി. PSC ആൻസർ മെർക്കുറിയാണ് കേട്ടോ. മെർക്കുറി മറക്കല്ലേ. സാധാരണ അന്തരീക്ഷ ഊഷ്മാവില് ദ്രാവകാവസ്ഥയിൽ തന്നെ കാണപ്പെടുന്ന ലോഹമാണ് ഏത്, അല്ലെങ്കിൽ മൂലകമാണ് ഏത്? നമ്മുടെ മെർക്കുറി. ഓക്കെ ആണ്. ഇനി എല്ലുകളുടെയും പല്ലുകളുടെയും ഈ ലോഹത്തിന്റെ സാന്നിധ്യമുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ലോഹം ഏതാണ്? അത് നമ്മുടെ കാൽഷ്യം ആണ്. ആരാണ്? കാൽഷ്യം. കാൽഷ്യത്തിന്റെ സിമ്പൽ എന്താ? Ca ആണ് കേട്ടോ. അപ്പൊ എല്ലുകളിലും പല്ലുകളിലും ഈ ലോഹത്തിന്റെ സാന്നിധ്യമുണ്ട്. ഞാനൊരു തവണ കൂടി വായിക്കാം, ശ്രദ്ധിച്ചു കേട്ടോ. അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളുമായി പ്രവർത്തിച്ച് ഉപരിതലത്തിൽ ക്ലാവ് ഉണ്ടാക്കുന്ന ചെമ്പാണ്. ഏറ്റവും കൂടുതൽ താപചാലകതയുള്ളത് വെള്ളിക്കാണ്. കൈവെള്ളയിൽ വെച്ചാൽ പോലും ഉരുകുന്ന ലോഹമാണ് ഗാലിയം. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന മെർക്കുറിയാണ്. എല്ലുകളിലും പല്ലുകളിലും ഈ ലോഹത്തിന്റെ സാന്നിധ്യമുണ്ടത് കാൽഷ്യമാണ്. സെറ്റ്. അടുത്തത്, ലോഹങ്ങളുടെ സവിശേഷ സ്വഭാവങ്ങൾ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധയോടുകൂടി അവലോകനം ചെയ്ത് അവയുടെ സവിശേഷതകൾ തിരിച്ചറിയുക. നമ്മളിവിടെ കൊടുത്തേക്കുന്നത് എന്താണ്? ലോഹങ്ങളുടെ സവിശേഷ സ്വഭാവങ്ങളാണ്. ഓക്കെ, ലോഹങ്ങളുടെ സവിശേഷ സ്വഭാവങ്ങളാണ്.
വൈദ്യുത കമ്പികൾ നിർമ്മിക്കാൻ ലോഹങ്ങളുടെ ഏത് സവിശേഷതയാണ് പ്രധാനമായിട്ടും പ്രയോജനപ്പെടുത്തുക? ഡക്റ്റിലിറ്റി ആണ്. ഏതാണ്? ഡക്റ്റിലിറ്റി. വൈദ്യുത കമ്പികൾ നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് ഡക്റ്റിലിറ്റി എന്ന സ്വഭാവം പ്രയോജനപ്പെടുത്താം. ഓക്കെ, അവിടെ നമുക്ക് വൈദ്യുത ചാലകതയും ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രധാനമായിട്ടുള്ളത് മാത്രമേ പുസ്തകത്തിലുള്ളൂ, അത് വായിക്കാം. സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും ഉള്ള ലോഹങ്ങളെ യൂസ് ചെയ്യാൻ സാധിക്കും. അലൂമിനിയം ഫോയിൽ പേപ്പർ, റൂഫിംഗ് ഷീറ്റുകൾ, നാഗത്തകിടുകളൊക്കെ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ മാലിയബിലിറ്റി എന്ന സവിശേഷതയാണ് അവിടെ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുക. കൃഷിയായുധങ്ങൾ നിർമ്മിക്കാൻ കാഠിന്യമുള്ള ലോഹങ്ങളെ ആവശ്യമാണ് കേട്ടോ. കാഠിന്യമുള്ള ലോഹങ്ങളെയാണ് യൂസ് ചെയ്യുക. പാചകപാത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ തീർച്ചയായിട്ടും കാഠിന്യമുള്ള ലോഹവും വേണം, താപചാലകതയുള്ള ലോഹവും ആവശ്യമാണ്. ഇനി മണികൾ നിർമ്മിക്കണമെങ്കിൽ മണി സൗണ്ട് കേൾക്കേണ്ടതാണ്. സൊണോറിറ്റി എന്ന സവിശേഷതയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ വേണ്ടി ഡക്റ്റിലിറ്റി എന്ന സവിശേഷത യൂസ് ചെയ്യുന്നുണ്ട്. ഉയർന്ന ദ്രവണാങ്കവും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാ? ടങ്സ്റ്റൺ. സിമ്പല് W ആണ്. ടങ്സ്റ്റൺ സിമ്പൽ ഏതാണ്? W ആണ്. വുൾഫ്രം എന്നാണ് ലാറ്റിൻ പേര് കേട്ടോ. വുൾഫ്രം എന്ന ലാറ്റിൻ പേര് ശ്രദ്ധിച്ചു വെക്കുക. ഇത് എളുപ്പമുള്ള ഒരു ഭാഗമാണ്, ഒന്ന് ജസ്റ്റ് വായിച്ചു വിടുക മാത്രമേ ഉള്ളൂ. ഇനി അടുത്തേക്ക് വരാം. ഇവിടെ നമുക്ക് രാസഭൗതിക ഗുണങ്ങളുണ്ട്, ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്. അപ്പൊ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും രാസഭൗതിക ഗുണങ്ങളുടെ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏത്, തെറ്റായവ എന്ന് ചോദിക്കാം. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് നോക്കാം. അപ്പോൾ ഭൗതികാവസ്ഥ, അന്തരീക്ഷ ഊഷ്മാവില് ഓൾമോസ്റ്റ് ലോഹങ്ങളെല്ലാം ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്, മെർക്കുറി ഒഴികെ. മെർക്കുറി ഒഴികെയുള്ള എല്ലാ ലോഹങ്ങളും ഏതവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട്? സാധാരണ അന്തരീക്ഷ ഊഷ്മാവില് ഖരാവസ്ഥയിലാണ് കാണപ്പെടുക. ഓക്കെ, ഇനി അടുത്തത് അലോഹങ്ങളാണെങ്കിലോ ഖരം അല്ലെങ്കിൽ വാതക അവസ്ഥയിലാണ് കൂടുതലും അലോഹങ്ങൾ കാണപ്പെടുക. ഖരാവസ്ഥയിലും അല്ലെങ്കിൽ വാതകാവസ്ഥയിലും. പക്ഷെ ബ്രോമിൻ എന്ന് പറയപ്പെടുന്നത് ദ്രാവകാവസ്ഥയിലാണ്. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഏക അലോഹമാണ് ബ്രോമിൻ. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഏക അലോഹമാണ് ഏത്? ബ്രോമിൻ. സെറ്റല്ലേ? ഇനി അടുത്തത് തിളനില, ദ്രവണാങ്കം, കാഠിന്യം എന്നിവ ലോഹങ്ങൾക്ക് കൂടുതലാണ്. തിളനിലയും ദ്രവണാങ്കവും അതോടൊപ്പം തന്നെ കാഠിന്യവും ആർക്ക് കൂടുതലാ? ലോഹങ്ങൾക്ക് കൂടുതലാ. പക്ഷെ അലോഹങ്ങൾക്ക് കുറവാ. അലോഹങ്ങൾക്ക് എന്താണ്? കുറവാ. എന്തൊക്കെ? തിളനില, ദ്രവണാങ്കം, കാഠിന്യം എന്നിവ കുറവാർക്കാണ്? അലോഹങ്ങൾക്ക്. കൂടുതൽ ആർക്കാണ്? ലോഹങ്ങൾക്ക്. വായിക്കണേ, മറക്കല്ല്. താപചാലകത, വൈദ്യുത ചാലകത എല്ലാം ലോഹങ്ങൾക്ക് കൂടുതലാണ്, അലോഹങ്ങൾക്ക് കുറവുമാണ്. ഓക്കെ, അപ്പോ താപചാലകത, വൈദ്യുത ചാലകത എന്നിവ കൂടുതലാർക്ക? അലോഹങ്ങൾക്ക്. അലോഹങ്ങൾക്ക് എന്താണ്? കുറവാണ്. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി അത് ഓക്സിജനുമായുള്ള പ്രവർത്തനം. തീർച്ചയായിട്ടും ഓക്സിജനുമായിട്ട് രണ്ടുപേരും പ്രവർത്തിക്കാറുണ്ട് അല്ലേ? ഓക്സിജനുമായിട്ട് ലോഹങ്ങൾ പ്രവർത്തിച്ചാൽ ലോഹ ഓക്സൈഡുകൾ ഉണ്ടാവുന്നു അല്ലെ? അലോഹങ്ങൾ പ്രവർത്തിച്ചാൽ അലോഹ ഓക്സൈഡ് ഉണ്ടാവുന്നു. സെറ്റ് അല്ലേ? ലോഹമായ കാൽഷ്യം ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ കാൽഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. അലോഹമായിട്ടുള്ള സൾഫർ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അടുത്ത ആസിഡുമായുള്ള പ്രവർത്തനം ശ്രദ്ധിക്കുക. ക്രിയാശേഷിയുള്ള ലോഹങ്ങൾ ഹൈഡ്രജൻ വാതകത്തെ പുറത്തുവിടുന്നു. ആസിഡുമായിട്ട് ലോഹങ്ങളിലെ ക്രിയാശീലതയുള്ള ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ചാൽ ആര് പുറത്തു വരും? ഹൈഡ്രജൻ പുറത്തു വരും. ഓക്കെ, ഇനി അലോഹങ്ങൾ ആസിഡുമായിട്ട് പ്രവർത്തിക്കുമോ? അവർക്ക് അവിടെ പ്രവർത്തനം ഇല്ല കേട്ടോ. അലോഹങ്ങൾക്ക് ആസിഡുമായിട്ട് എന്തില്ല? പ്രവർത്തനം ഇല്ല. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. നല്ല ഒരു ഭാഗമാണ്, ഒരു കാരണവശാലും തെറ്റിക്കല്. ലോഹങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായവ ഏത്, അലോഹങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് എന്ന് ചോദിക്കും. സെറ്റാക്കി വെച്ചേക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, പോകാം മുന്നോട്ട്. അടുത്തത് ഇനി നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന മേഖല അയിരുകളും ധാതുക്കളും എന്ന് പറയപ്പെടുന്ന ടോപ്പിക്കാണ്. അയിരുകളും ധാതുക്കളും എന്ന ടോപ്പിക്കിൽ എന്താണ് ധാതുക്കൾ എന്ന് കൊടുത്തുകൊണ്ടാണ് പാഠപുസ്തകം തുടങ്ങിയിരിക്കുന്നത് തന്നെ. നമുക്ക് അതൊന്ന് വായിച്ചു വിടാം. പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ലോഹങ്ങളോ മൂലക സംയുക്തങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ധാതുക്കൾ എന്ന് വിളിക്കുക. ഇതെല്ലാം ക്ലാസ്സിൽ നമ്മൾ വിശദമാക്കിയതാണ്. പക്ഷെ എക്സാമിന് മുമ്പ് ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ള ജോലി മാത്രമേ എനിക്കിവിടെ ഉള്ളൂ. അപ്പോൾ ഒന്ന് ചെയ്യാം. പ്രകൃതിദത്തമായി കാണപ്പെടുന്ന എന്താണ്? ലോഹങ്ങളുടെയോ മൂലകങ്ങളുടെയോ പൊതുവെ മൂലക സംയുക്തങ്ങളെയോ എല്ലാം എന്ത് വിളിക്കാം? പൊതുവായിട്ട് ധാതുക്കൾ എന്ന് വിളിക്കാം. അതായത് ഒന്നുകൂടി ഈസി ആയിട്ട് പറഞ്ഞാൽ ഭൂമിക്കുള്ളിൽ അല്ലെങ്കിൽ ഭൂമിയിൽ കാണപ്പെടുന്ന ലോഹത്തിന്റെയോ അലോഹത്തിന്റെയോ സ്വഭാവമുള്ള മൂലകങ്ങളെയും സംയുക്തങ്ങളെയും ഒക്കെ നമുക്ക് എന്ത് വിളിക്കാം? ധാതുക്കൾ എന്ന് വിളിക്കാം. ഓക്കെ, ധാതുക്കൾ രണ്ടു വിധമുണ്ട്. ലോഹ സംയുക്തങ്ങളും ഉണ്ട്, അലോഹ സംയുക്തങ്ങളും ഉണ്ട്. ലോഹധാതുക്കളും ഉണ്ട്, അലോഹ ധാതുക്കളും ഉണ്ട്. അപ്പോൾ അതാ ശ്രദ്ധിക്കുക. ഒരു ലോഹം തന്നെ പലതരം ധാതുക്കളായി പ്രകൃതിയിൽ കാണപ്പെടാം. ഇത് ധാതുക്കളുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഇടാൻ പറ്റിയല്ലേടേ? ഒരു ലോഹം തന്നെ പലതരം ധാതുക്കളായി പ്രകൃതിയിൽ കാണപ്പെടാം.
അല്ലെ? നല്ലതാണ്. ഇവയിൽ ഏറ്റവും അനുയോജ്യമായവയിൽ നിന്നാണ് ലോഹങ്ങളെ വേർതിരിക്കുന്നത്. ഉദാഹരണമായിട്ട് അലൂമിനിയത്തിന്റെ സുലഭമായ ധാതുവാണ് കളിമണ്ണ്. കണ്ടോ, കളിമണ്ണ്. പിന്നെ ബോക്സൈറ്റ്, ക്രയോലൈറ്റ് ഒക്കെ എല്ലാ അലൂമിനിയത്തിന്റെ ധാതുക്കളാണ്. എന്നാൽ ബോക്സൈറ്റ് എന്ന ധാതുവാണ് അലൂമിനിയം ഉൽപ്പാദിപ്പിക്കാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അതിനാൽ ബോക്സൈറ്റ് മാത്രമാണ് അലൂമിനിയത്തിന്റെ അയിരായിട്ട് വരുന്നത് കേട്ടോ. അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലോഹം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ധാതുവിന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം? ഇതും ഒരു ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ലോഹം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ധാതുവിന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു അയിരിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ഏതൊക്കെയാണ്? സുലഭമായിരിക്കണം, ഏറ്റവും കൂടുതൽ മോസ്റ്റ്ലി അവൈലബിൾ ആയിരിക്കണം, എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ കഴിയണം, ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം, ഉൽപാദന ചെലവ് കുറഞ്ഞിരിക്കണം. ഓക്കെ, അതായത് സുലഭമായിരിക്കണം, എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ കഴിയണം, പിന്നെ ലോഹത്തിന്റെ അംശം കൂടുതലുള്ളവയായിരിക്കണം, പിന്നെ എന്തായിരിക്കണം? ഉൽപാദന ചെലവ് കുറഞ്ഞ് ഇരിക്കേണ്ടതാണ്. ഈ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ അലൂമിനിയം നിർമ്മാണത്തിന് അനുയോജ്യമായ ധാതുവാണ് ഏത്? ബോക്സൈറ്റ്. അതിനാൽ ബോക്സൈറ്റിനെ എന്ത് വിളിക്കുന്നു നമ്മൾ? അയിര് എന്ന് വിളിക്കുന്നു. അലൂമിനിയത്തിന്റെ അയിര് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഏത് ധാതുവിൽ നിന്നാണോ എളുപ്പത്തിലും ലാഭകരമായും ഒരു ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അയിര് എന്ന് വിളിക്കാൻ സാധിക്കും. അപ്പൊ അലൂമിനിയത്തിന്റെ ധാതുക്കളിൽ ബോക്സൈറ്റിൽ നിന്നാണ് നമുക്ക് എളുപ്പത്തിലും ലാഭകരമായിട്ടും എല്ലാം എന്ത് നിർമ്മിച്ചെടുക്കാൻ കഴിയുക? അലൂമിനിയം നിർമ്മിച്ചെടുക്കാൻ കഴിയുക. അതുകൊണ്ട് അലൂമിനിയത്തിന്റെ അയിരായിട്ട് ആരെ കരുതുന്നു? ബോക്സൈറ്റിനെ കരുതുന്നു. പുസ്തകത്തിൽ ആദ്യം തന്നെ ബോക്സൈറ്റിനെ പറഞ്ഞേക്കുന്നതുകൊണ്ട് എപ്പോഴും ചോദിക്കാറുണ്ട് അലൂമിനിയത്തിന്റെ അയിര് ഏതാണെന്ന്. ബോക്സൈറ്റ്. കോപ്പറിന്റെ ഒരു ധാതുവാണ് കോപ്പർ പൈറൈറ്റിസ്. ഹേമറ്റൈറ്റ് അയണിന്റെ ധാതുവാണ് കേട്ടോ, അയണിന്റെ ആണ്. കലാമിനാരുടെയാ? സിങ്കിന്റെ ധാതുവാണ്. കണ്ടോ, ഇതെല്ലാം പുസ്തകത്തിലുണ്ട്. ഇതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. സെറ്റാക്കി വെച്ചേക്കാം. ഇനി നമുക്ക് നോക്കാം. പുസ്തകത്തിൽ ഇങ്ങനെ ഒരു കോളം കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും ചോദ്യം പ്രതീക്ഷിക്കാം. രാസസൂത്രം ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ പ്രിലിമിനറി പരീക്ഷയാണ്, പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയുന്നു. അയിരിനെ തന്നെ ആയിരിക്കും ചോദിക്കാൻ ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് നോക്കാം. അലൂമിനിയം സിമ്പല് AL ആണ്. അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. അയണിന്റെ അയിരുകൾ ഏതൊക്കെയാ? അയണിന് 2 അയിരുകളുണ്ട്, ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഓക്കെയാണ്. കോപ്പറിന് നമ്മളിപ്പോ കണ്ട കോപ്പർ പൈറൈറ്റിസ്, കോപ്പർ ഗ്ലാൻസ്, പിന്നെ ആരുണ്ട്? കുപ്രൈറ്റ്. ഒക്കെയാണ്. കോപ്പർ പൈറൈറ്റിസ് ഉണ്ട്, കോപ്പർ ഗ്ലാൻസ് ഉണ്ട്, കുപ്രൈറ്റ് ഉണ്ട്, മാലക്കൈറ്റ്. ഓർത്ത് വെച്ചിങ്ങനെ, മാലക്കൈറ്റ്. ഇവിടെ ഓപ്ഷനിലില്ല, ഇവിടെ ഇല്ല എങ്കിലും PSC ഓപ്ഷൻ ഇടുന്നതാണ് മാലക്കൈറ്റ്. മറക്കല്ലേ, മാലക്കൈറ്റ്. അടുത്ത സിങ്ക് ബ്ലെൻഡും കലാമിനും. രണ്ടുമാണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സിങ്ക് ബ്ലെൻഡും ഉണ്ട്, കലാമിനും ഉണ്ട്. ഓക്കെ, ടിന്നിന്റെ ആണ് കാസറ്റ് റൈറ്റ് ഓർ ടിൻ സ്റ്റോൺ. അതാണ് ടിൻ ഓക്സൈഡ് കേട്ടോ. കാസറ്റ് റൈറ്റ് ഓർ ടിൻ സ്റ്റോൺ, അതാണ് ഇത് ടിൻ ഓക്സൈഡ്. പുസ്തകമാണ്, ബൈ ഹാർട്ട് ചെയ്ത് വെച്ചു. ഓക്കെ ആണ്. യെസ്, പോകുന്നു മുന്നോട്ട്. ഇനി ലോഹസങ്കരങ്ങൾ. ലോഹങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നീട് ചോദ്യം വരിക ലോഹസങ്കരങ്ങളിൽ നിന്നാണ് അല്ലെ. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കാണുന്ന മേഖല ലോഹസങ്കരങ്ങളാണ്. ലോഹസങ്കരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, 2ഓ അതിലധികമോ ലോഹങ്ങൾ കൂടിച്ചേർന്നുണ്ടാവുന്നതാണ്. ചിലപ്പോൾ അതിനകത്ത് ആരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും? അലോഹത്തിന്റെ സാന്നിധ്യവും ഉണ്ടായിരിക്കും. നല്ല സ്ട്രോങ് ആയിട്ടുള്ളവയാണ് ആര്? ലോഹസങ്കരങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പ്രധാനമായും ഓർത്ത് വെക്കേണ്ട ഒരു 4 പേരെ ഓർത്ത് വെച്ചു. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന 4 പേരിലൊന്ന് ബ്രാസ് ഉണ്ട് കേട്ടോ. ബ്രാസ്. ഇവർ 4 അല്ല, ഇനിയുണ്ട് അൽനിക്കോയും നിക്രോമോ ഒക്കെ ചോദിക്കും. എല്ലാം പുസ്തകത്തിലുണ്ട്, വായിച്ചു വിടുക. ഇവിടെ ബ്രാസ് പറയുന്നു. ബ്രാസിന്റെ മലയാളമാണ് പിച്ചള. പിച്ചളയിൽ ആരൊക്കെയുണ്ട്? കോപ്പറും സിങ്കും. ഓക്കെ, കോപ്പറും സിങ്കും. പാത്രങ്ങൾ നിർമ്മിക്കുന്നതിനാണ് നമ്മൾ പ്രധാനമായിട്ടും ബ്രാസ് അല്ലെങ്കിൽ പിച്ചള യൂസ് ചെയ്യുക. അടുത്ത ബ്രോൺസ്, ഓട് എന്ന് പറയും. വേറൊരു പേര് വെങ്കലം. എന്ത് പറയും? വെങ്കലം. അതിനകത്ത് ആരൊക്കെയുണ്ട്? കോപ്പറും ടിന്നും ഉണ്ട്. കോപ്പറും ടിന്നും. ഉപയോഗങ്ങൾ ഓർത്ത് നോക്കുക. നാണയങ്ങൾ, മണികൾ, പാത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ. നാണയങ്ങൾ, മണികൾ, പാത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ. അടുത്ത സോൾഡർ ആണ്. എന്തൊക്കെയാ? PB ഉണ്ട്, SN ഉണ്ട് കേട്ടോ. PB എന്ന് വെച്ചാൽ ലെഡ്, SN ടിന്നാണ്. അപ്പൊ ടിന്നും ലെഡും ചേർന്നതാണ് സോൾഡർ. സോൾഡറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സോൾഡർ. ഇനി അടുത്ത എന്താ? ബെൽ മെറ്റൽ. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടേ അല്ലെ? ബെൽ മെറ്റൽ. പുസ്തകത്തിൽ നിന്നാണ് ചോദ്യം. ബെൽ മെറ്റൽ. കോപ്പറും ടിന്നുമാണ്. കോപ്പറും ടിന്നും. മണികൾ, പ്രതിമകൾ എന്നിവ നിർമ്മിക്കാനാണ് ബെൽ മെറ്റൽ യൂസ് ചെയ്യുക. അപ്പൊ ബെൽ മെറ്റൽ എന്ന് വെച്ചാൽ കോപ്പറും ടിന്നുമാണ്. മണികൾ, പ്രതിമകൾ എന്നിവ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. കുറച്ചുകൂടെ ലോഹസങ്കരങ്ങൾ പുസ്തകത്തിലുണ്ട്. നിങ്ങൾ എന്തായാലും വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പൊ തീർച്ചയായിട്ടും ആ ഭാഗങ്ങൾ കൂടി ഒന്ന് വായിക്കാം. ഓക്കെ,
ഇനി അടുത്തൊരു ചോദ്യം വന്നത് ഈ ഭാഗത്ത് നിന്നാണ്. യെസ്, അറ്റോമിക മാസ് ഒരു ഭിന്നസംഖ്യ ആവാൻ കാരണം ആര് എന്നാണ് ഇതിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അത് പുസ്തകത്തിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അറ്റോമിക മാസ് ഒരു ഭിന്നസംഖ്യ ആവാൻ കാരണം എന്ത്? ആരാ കാരണം? ഐസോടോപ്പുകളാണ് കാരണം. ഓപ്ഷൻ ഇതുപോലെ തന്നെ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കണ്ടു, അറ്റോമിക മാസ് ഒരു ഭിന്നസംഖ്യ ആവാൻ കാരണം എന്താണ്? ഐസോടോപ്പുകളാണ്. കാരണമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. മൂലകങ്ങളുടെ അറ്റോമിക മാസ് പ്രസ്താവിക്കുമ്പോൾ അവയുടെ ഐസോടോപ്പുകളുടെ മാസ് പ്രകൃതിയുടെ സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഗണിച്ച് ശരാശരി കണക്കാക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, അവിടെ ശരാശരി എടുക്കുന്നത് ഐസോടോപ്പുകളുടെ. ശ്രദ്ധിക്കുക, മൂലകങ്ങളുടെ അറ്റോമിക മാസ് പ്രസ്താവിക്കുമ്പോൾ അവയുടെ ഐസോടോപ്പുകളുടെ മാസ് പ്രകൃതിയിലെ സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രകൃതിയിൽ എത്ര ഉണ്ട് എന്ന സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഗണിച്ച് ശരാശരി മാസ് കണക്കാക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നിയോണിന്റെ പ്രകൃതിയിലെ സാന്നിധ്യം ആണ്ടേ, നിയോൺ 20യുടെ സാന്നിധ്യം 90.48ഉം നിയോൺ 21ന്റെ സാന്നിധ്യം 0.27ഉമാണ്. ഓക്കെ, നിയോൺ 22 എന്ന് വെച്ചാൽ 9.25 എന്നിങ്ങനെയാണ്. ഇവിടെ ശരാശരി അറ്റോമിക മാസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രകൃതിയിൽ അവരുടെ എല്ലാം തന്നെ അളവ് നോക്കുക. ആദ്യം നിയോൺ 20 എന്ന് പറയുമ്പോൾ 20 × 90.48 എടുക്കുക. നിയോൺ 21 അതിൽ 21 × 0.27 എടുക്കുക. അടുത്ത എന്താ? നിയോൺ 22 × 9.25 എടുക്കുക. എന്നിട്ട് ബൈ 100 ചെയ്യുക. അപ്പോൾ നമുക്ക് 20.18 എന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അതാണ് നമ്മൾ നിയോണിന്റെ എന്തായിട്ട് എടുക്കുക? അറ്റോമിക മാസമായിട്ട് എടുക്കുക. റൗണ്ട് ചെയ്ത് 20 നമ്മൾ എടുക്കും. ഓക്കെ, ഇത്തരത്തിൽ ശരാശരി അറ്റോമിക മാസ് എടുക്കുന്നത് കൊണ്ടാണ് മിക്ക മൂലകങ്ങളുടെ അറ്റോമിക മാസ് ഭിന്നസംഖ്യയായിട്ട് വരുന്നത്. മിക്ക മൂലകങ്ങളുടെ അറ്റോമിക മാസ് ഭിന്നസംഖ്യയായിട്ട് വരുന്നതിന് കാരണം ഇതാണ്. അപ്പോൾ അതിന് കാരണക്കാരാരാ? ഐസോടോപ്പുകൾ. എല്ലാ മൂലകങ്ങൾക്ക്, കുറേ അധികം മൂലകങ്ങൾക്ക് ഐസോടോപ്പുകളുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് ഭിന്നസംഖ്യയായിട്ട് വരുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇതാണ് PSC ചോദിച്ച ഈ വർഷത്തെ സ്റ്റാർ ചോദ്യങ്ങളിലൊന്ന്. അറ്റോമിക മാസ് ഭിന്നസംഖ്യ ആവാൻ കാരണം ഐസോടോപ്പുകളാണ്. സെറ്റ്. ഇനി അടുത്തത്, ഇതിൽ നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. 10th ലെവലിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിലൊന്നാണ് ക്ലോറിൻ, കാൽഷ്യം എന്നീ മൂലകങ്ങളുടെ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവയുടെ എണ്ണം കണ്ടെത്തുക. ഓക്കെ, ഇത് നമുക്ക് ഏത് മൂലകത്തെ വേണമെങ്കിലും ചോദിക്കാം. നമ്മൾക്ക് തന്നേക്കുന്ന ഏതൊക്കെ? ക്ലോറിനും കാൽഷ്യമാണ്. ക്ലോറിനാണല്ലോ ഇപ്പോൾ ചോദിച്ചത്. ക്ലോറിന്റെ അറ്റോമിക സംഖ്യ നമ്മളോട് ചോദിച്ചത്. ക്ലോറിന്റെ അറ്റോമിക സംഖ്യ എത്രയാ? 17 കേട്ടോ. ക്ലോറിന്റെ അറ്റോമിക സംഖ്യ, ക്ലോറിൻ എന്ന് കേൾക്കുമ്പോഴേ 17 അറ്റോമിക സംഖ്യ, മാസ് 35.5 ആണ്. നമുക്കിവിടെ റൗണ്ട് ചെയ്ത് പുസ്തകത്തിൽ 35 കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലോറിനിലേക്കാണ്. ക്ലോറിന്റെ അറ്റോമിക സംഖ്യ 17, 35. അപ്പൊ എപ്പോഴും ആലോചിക്കുക, പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം ചോദിച്ചാൽ അത് എപ്പോഴും അറ്റോമിക സംഖ്യ തന്നെ ആയിരിക്കും. ഡൗട്ട് വേണ്ട. പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 17 പറയണം. ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചാലും 17 പറയണം. കാരണം എന്താ? ഏതൊരു മൂലകത്തിന്റെയും അറ്റോമിക സംഖ്യ തന്നെയായിരിക്കും പ്രോട്ടോണുകളുടെ എണ്ണം. അത് തന്നെയായിരിക്കും ഇലക്ട്രോണുകളുടെ എണ്ണം. എളുപ്പം കണ്ടുപിടിച്ചില്ലേ? ഈ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? 35ആയ മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പറായ 17 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ ആണ്. നമുക്കൊന്ന് മൈനസ് ചെയ്തിട്ട് വരാം. 35ൽ നിന്നും ആരെ കുറയ്ക്കണം? 17 നമുക്ക് കുറയ്ക്കണം. നമുക്ക് കടവെടുക്കേണ്ടതായിട്ടുണ്ട്. കടവെടുത്ത് നമ്മൾ എത്ര ആവുന്നു? 15 ആവുന്നു. 15ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? 7 കുറയ്ക്കാൻ പോവാണ്. അപ്പം നമുക്ക് എത്ര വരും? 8 വരും അല്ലേ? 8 വരും. ഇനി അടുത്ത ഇവിടെ എത്ര ഉണ്ട്? 2ൽ നിന്നും 18 എന്ന് നമുക്ക് ലഭിക്കുന്നതാണ് അല്ലേ? യെസ്, അപ്പം നമുക്ക് 18 എന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് കാൽഷ്യമാണ് തന്നേക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ, ചെയ്ത് നോക്കുക. എന്നിട്ട് ആൻസറിലേക്ക് വരിക. കാൽഷ്യം എന്ന് പറഞ്ഞാൽ Ca ആണ്. 20 ആണ് അറ്റോമിക് നമ്പർ, 40 ആണ് മാസ് നമ്പർ. 20 ആണ് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ 40 ആണ് കേട്ടോ. എപ്പോഴും ഇടതുവശത്ത് മുകളിൽ വേണം മാസ് നമ്പർ എഴുതാൻ, ഇടതുവശത്ത് താഴെ വേണം അറ്റോമിക് നമ്പർ എഴുതാൻ കേട്ടോ. ഇനി പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെ എണ്ണം മാസ് നമ്പർ അറ്റോമിക് നമ്പർ തന്നെ 20 എന്ന് വരും. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ മാസ് നമ്പറായ 40ൽ നിന്നും അറ്റോമിക് നമ്പറായ 20 നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ ആൻസർ എത്ര വരും? 20 എന്ന് വരുന്നതാണ്. സെറ്റ് അല്ലയോ? അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഈ ഭാഗത്തുനിന്ന് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി പോകുന്ന മുന്നോട്ട്. ഇനി അടുത്ത ഹൈഡ്രജൻ, ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട് പിന്നെ ചോദ്യമുള്ള ഏരിയ ഇതാണ് കേട്ടോ. നമുക്കിവിടെ തന്നേക്കുന്നത് ഈ ആറ്റങ്ങൾ ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ്. ഇത് തന്നേക്കുന്നത് ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ്. അപ്പോൾ എന്താണ് ഐസോടോപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഐസോടോപ്പ്? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ എല്ലാം നോക്കിയിട്ടേ പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണെന്ത്? ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ,
ഐസോടോപ്പുകൾ ഒരേ രാസസ്വഭാവം കാണിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ഐസോടോപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരേ രാസസ്വഭാവം കാണിക്കുന്നു. എന്നാൽ ഭൗതിക സ്വഭാവങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ ചോദിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നവയാണ്. ഐസോടോപ്പുകൾ ഒരേ രാസസ്വഭാവം കാണിക്കുന്നു. തീർച്ചയായിട്ടും ഒരേ രാസസ്വഭാവം കാണിക്കുന്നവയാണ്. എന്നാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഭൗതിക സ്വഭാവങ്ങളിൽ എന്ത് ചെയ്യുന്നു? വ്യത്യാസം കാണിക്കുന്നു. ഭൗതിക സ്വഭാവങ്ങളിൽ എന്ത് കാണിക്കുന്നു? വ്യത്യാസം കാണിക്കുന്നവയാണ്. ഓക്കെ, ഇനി ഹൈഡ്രജന്റെ ഐസോടോപ്പുകളിലേക്ക് വരാം. ഹൈഡ്രജന്റെ ഐസോടോപ്പുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെയാണ് പ്രോട്ടിയം, രണ്ടാമത്തെ ഡ്യൂട്ടീരിയം, മൂന്നാമത്തെ ട്രിഷ്യം. ഇവിടെ നിങ്ങൾ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും സെറ്റ് ചെയ്തോണം കേട്ടോ. അപ്പോൾ പ്രോട്ടിയം എന്ന് പറയുമ്പോൾ H11 ആണ്. ഡ്യൂട്ടീരിയം എന്ന് പറയുമ്പോൾ H12 ആണ്. ട്രിഷ്യം എന്ന് വെച്ചാൽ H13 ആണ്. നിങ്ങൾ തന്നെ പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും കണ്ടുപിടിക്കാം. ഓക്കെ, ഇതില് ഘനജലം കണ്ടോ, ഹെവി വാട്ടർ ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡാണ്. അപ്പൊ ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഘനജലം. അതിനെ അറിയപ്പെടുന്ന ഘനജലം എടുത്തെഴുതാമേ. ഘനജലം PSC ചോദിച്ചുകൊണ്ടാണ് എടുത്തെഴുതുന്നത്. ഘനജലം എന്താണെന്ന് ചോദിച്ചാല് D2O D ആണ്. D2O എന്ന് അറിയപ്പെടുന്നു. അതായത് ഡൈഡ്യൂട്ടീരിയം ഓക്സൈഡ്, D2O ഡൈഡ്യൂട്ടീരിയം ഓക്സൈഡ്. ഘനജലം ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നു. ഘനജലം എന്തിനാ ഉപയോഗിക്കുന്നത്? ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ ഹൈഡ്രജന്റെ എല്ലാ ഐസോടോപ്പുകളെയും ഒന്ന് ഓർത്തു വെച്ചേക്കാൻ മറക്കാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്ത കാർബൺ. കാർബണിന്റെ ഐസോടോപ്പുകളെ നമുക്ക് നോക്കാം. കാർബൺ എത്ര ഐസോടോപ്പ് ഉണ്ട്? കാർബൺ 12 ഉണ്ട് കണ്ടോ. കാർബൺ 12, കാർബൺ 13, കാർബൺ 14. അതേതാ പ്രകൃതിദത്തം? 3 പ്രകൃതിദത്തമാണ്. ആ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നിവ കാർബണിന്റെ പ്രകൃതിദത്ത ഐസോടോപ്പുകളാണ്. കാർബൺ 12 ആണെങ്കിലും കാർബൺ 13 ആണെങ്കിലും കാർബൺ 14 ആണെങ്കിലും എന്താണ്? പ്രകൃതിദത്തമായ ഐസോടോപ്പുകളാണ്. അപ്പോൾ ചോദിക്കും താഴെ തന്നിരിക്കുന്നതിൽ കാർബണിന്റെ പ്രകൃതിദത്തമായ ഐസോടോപ്പ് ഏത്? ഓപ്ഷനിൽ കാർബൺ 12, കാർബൺ 13, കാർബൺ 14 കൊടുത്തിട്ട് ഇവയെല്ലാം എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഏതെടുക്കണം? യെസ്, ഇവയെല്ലാം എന്ന ഓപ്ഷൻ വേണം നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി. സെറ്റ് അല്ലേ? നമുക്ക് നോക്കാം. കാർബൺ 12 ആണ് ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബണിന്റെ ഐസോടോപ്പ്. അപ്പൊ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബൺ 12. സ്ഥിരതയെ മാർക്കാ കാർബൺ 12. ഓക്കെ, ഇനി അടുത്തത് കാർബണിന്റെ ആകെ ഐസോടോപ്പുകളിൽ 1.1% മാത്രമാണ് കാർബൺ 13. അപ്പൊ ഏറ്റവും കുറവാരാ? കാർബൺ 13 ആണ്. എത്ര വരും? 1.1%. ഇത് സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പൊ സസ്യങ്ങളിലെയും ജന്തുക്കളിലെയും ജീവൽ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാ? കാർബൺ 13, കാർബൺ 13. ഓർത്ത് വെച്ചിക്കണേ. സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാ? കാർബൺ 13 ആണ്. മറക്കാൻ പാടില്ല. ഇനി അടുത്തത് കാർബൺ 14 വരികയാണ്. കാർബൺ 14 ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ്. അപ്പൊ കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഏതാ? കാർബൺ 14 ആണ്. ഇത് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. എന്തിനാ ഉപയോഗിക്കുന്നത്? ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, ഓർത്ത് വെച്ചുക. പിന്നെ ഓർക്കുക, ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾക്ക് മാത്രമേ പ്രത്യേക പേരുകൾ നൽകിയിട്ടുള്ളൂ. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കണം. കാർബണിന്റെ ഐസോടോപ്പുകൾക്കൊന്നും പ്രത്യേക പേരുകളില്ല. കാർബണിന്റെ ഐസോടോപ്പുകൾക്ക് മാത്രമേ, ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾക്ക് മാത്രമേ എന്തുള്ളൂ? പ്രത്യേക പേരുകൾ. ഹൈഡ്രജന് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം എന്ന് 3 പേരുകളിൽ അറിയപ്പെടുന്ന ഐസോടോപ്പുകളുണ്ട്. എന്നാൽ മറ്റു മൂലകങ്ങളുടെ ഐസോടോപ്പുകൾക്കൊന്നും തന്നെ പേരുകൾ നൽകിയിട്ടില്ല. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി അടുത്തത് ഐസോടോപ്പ്. ഇവിടെ ചോദ്യം വരാം, പേരുകളുള്ള ഐസോടോപ്പിലുള്ള മൂലകം ഏത് എന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. സിമ്പിൾ ചോദ്യം. അടുത്ത നോക്കിയേ, അയഡിൻ 131. അയഡിൻ 131 എന്ന് പറയപ്പെടുന്ന ഐസോടോപ്പിന്റെ ഉപയോഗം നോക്കാം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും. അപ്പൊ തൈറോയ്ഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട് അവയുടെ പഠനത്തിനും അവയുടെ ചികിത്സയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാ? കാർബൺ 131 ആണ്. അടുത്ത യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നു. സമ്പുഷ്ട യുറേനിയം എന്ന് അറിയപ്പെടുന്ന കേട്ടോ. പത്രമാധ്യമങ്ങളിലൊക്കെ ഇപ്പൊ കേട്ട് നിങ്ങൾക്ക് പരിചയമാണ്. സമ്പുഷ്ട യുറേനിയം അല്ലെ? യെസ്, ഇറാന്റെ കയ്യിൽ ഒരുപാട് എടുപ്പുണ്ട്. അപ്പൊ സമ്പുഷ്ട യുറേനിയം എന്ന് പറയപ്പെടുന്ന എന്താണ്? യുറേനിയം 235 ആണ്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നു. അടുത്ത കൊബാൾട്ട് 60 അറിയാം. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് ഇത്, കൊബാൾട്ട് 60. അടുത്ത വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സോഡിയം 24. വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് സോഡിയം 24 യൂസ് ചെയ്യുക. അടുത്ത അയൺ 59 ആണ്. അനീമിയ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് അയൺ 59 യൂസ് ചെയ്യുക. അനീമിയം നിർണ്ണയിക്കാൻ വേണ്ടി അയൺ 59 യൂസ് ചെയ്യുന്നു. സെറ്റ് അല്ലേ? ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാനിവിടെ കുറച്ച് പേരെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് പത്രത്തിൽ വന്ന ഒരു കട്ടിംഗ് ആണ് കേട്ടോ. അപ്പം അതിന് ക്ലാരിറ്റി കുറവായിരിക്കും എന്ന് ഞാൻ പറയാം. ടെക്നീഷ്യം 99ഉം അയഡിൻ 131ഉം രോഗനിർണയത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു. കൊബാൾട്ട് 60ഉം ഇറിഡിയം 192ഉം ക്യാൻസർ ചികിത്സയ്ക്ക് യൂസ് ചെയ്യുന്നു. ഇറിഡിയം 192 കേട്ടോ.
കൊബാൾട്ട് 60 വീണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് മെഡിക്കൽ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട്. ഈ ഫോസ്ഫറസ് 32ഉം കാർബൺ 14ഉം കാർഷിക ഗവേഷണത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കാർബൺ 14 തന്നെ എടുത്താൽ ഫോസിലുകളുടെയും മറ്റു പുരാവസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. സോഡിയം 24 ഇപ്പോൾ ആവശ്യമുള്ളൂ പൈപ്പുകളുടെ ചോർച്ച കണ്ടെത്താൻ. കൊബാൾട്ട് 60 ഭക്ഷ്യ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ക്യാൻസർ ചികിത്സ മാത്രമല്ല പുള്ളിക്ക്, ഭക്ഷ്യ സംരക്ഷണം, മെഡിക്കൽ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാനും ഒക്കെ നമ്മൾ ആരെ യൂസ് ചെയ്യുന്നുണ്ട്? കൊബാൾട്ട് 60. ഇനി അമരസ്യം 241 പുക കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പ്ലൂട്ടോണിയം 238ഉം യുറേനിയം 235ഉം വൈദ്യുത ഉൽപാദനത്തിന് ആണവ വൈദ്യുതിയാണ് കേട്ടോ. ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ആണവ വൈദ്യുത നിലയങ്ങളിൽ യൂസ് ചെയ്യുന്നവയാണ് യുറേനിയം 235ഉം പ്ലൂട്ടോണിയം 238ഉം. സെറ്റ് അല്ലേ? ഇനി അടുത്തത് പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം നോക്കണം. അതിനകത്ത് പ്രധാനപ്പെട്ട 2 ഏരിയകൾ പറയാം. നമ്മുടെ 6ാമത്തെ പീരീഡും 7ാമത്തെ പീരീഡും ലാന്തനോഡ്സും ആക്ടിനോഡ്സും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ ആ ഭാഗം ഒന്ന് വായിക്കാം. 6ാമത്തെ പീരീഡിൽ ലന്ധാനത്തെയും തുടർന്ന് വരുന്ന 14 മൂലകങ്ങളെയും പീരിയോഡിക് ടേബിളിലെ ചുവടെ പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്നു. ഇവയിൽ അറ്റോമിക നമ്പർ 57ആയ ലന്ധാനം മുതൽ, ലന്ധാനം സിമ്പൽ LA മുതൽ അറ്റോമിക നമ്പർ 71ആയ ലുട്ടീഷ്യം വരെ LU വരെയുള്ള മൂലകങ്ങളെ ലാന്തനോയിഡുകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇവിടെ മുതൽ എവിടെ വരെയാ? യെസ്, ലന്ധാനം LA മുതൽ LU ലുട്ടേഷ്യം വരെ 57 മുതൽ 71 വരെയുള്ള മൂലകങ്ങളെ ലാന്തനോയിഡുകൾ എന്നറിയപ്പെടുന്നു. എത്രാമത്തെ പീരീഡിലാണ് ലാന്തനോയിഡുകൾ കാണപ്പെടുക? 6ാമത്തെ പീരീഡിൽ. സെറ്റ് അല്ലേ? അടുത്ത 7ാമത്തെ പീരീഡിലെ ആക്ടീനിയവും തുടർന്ന് വരുന്ന 14 മൂലകങ്ങളെയും പീരിയോഡിക് ടേബിളിൽ പീരിയോഡിക് ടേബിളിൽ ലാന്തനോയിഡുകൾക്ക് ശേഷം ചുവടെ ക്രമീകരിച്ചിരിക്കുന്നു. അറ്റോമിക നമ്പർ 89ആയ ആക്ടീനിയം മുതൽ അറ്റോമിക നമ്പർ 103 ആയിട്ടുള്ള ലോറൻഷ്യം വരെയുള്ള മൂലകങ്ങളെ ആക്ടിനോയിഡുകൾ എന്നറിയപ്പെടുന്നു. അപ്പൊ എവിടെ മുതൽ എവിടെ വരെ? AC മുതൽ LR വരെ. AC ആരാ? ആക്ടീനിയം, അറ്റോമിക് നമ്പർ 89. ലോറൻഷ്യം അറ്റോമിക് നമ്പർ 103. അപ്പൊ 89 മുതൽ 103 വരെ ആക്ടീനിയം മുതൽ ലോറൻഷ്യം വരെയുള്ള മൂലകങ്ങളെ ആക്ടിനോയിഡുകൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇതും പോസ് ചെയ്ത് വെച്ച് വായിക്കണം കേട്ടോ. വായിച്ചിട്ട് വേണ്ട പോയിന്റ് എഴുതിയെടുക്കാം. സെറ്റ്. ഇനി ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളെയും അറിയപ്പെടുന്ന പേര് അന്തസംക്രമണ ലോഹങ്ങൾ, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ്. ലാന്തനോയിഡുകളെ റെയർ എർത്ത് എന്നറിയപ്പെടുന്നു. ഓക്കെ, ആക്ടിനോയിഡുകളെ റേഡിയോ ആക്റ്റീവ് റെയർ എർത്ത് എന്നറിയപ്പെടുന്നു. പിന്നെ ആക്ടിനോയിഡുകളിൽ യുറേനിയത്തിന് ശേഷമുള്ള മൂലകങ്ങളെല്ലാം മനുഷ്യനിർമ്മിതമാണ്. യുറേനിയത്തിന് ശേഷമുള്ള മൂലകങ്ങളെല്ലാം എന്താണ്? മനുഷ്യനിർമ്മിതമാണ്. അപ്പം മനുഷ്യനിർമ്മിതമാണെന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് പോയിന്റ് ഉണ്ട്, ശ്രദ്ധിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ് യുറാനിയം മൂലകങ്ങൾ, പിന്നെ ചോദ്യം വന്ന മേഖലയാണ് ട്രാൻസ് യുറാനിയം മൂലകങ്ങൾ. നോക്കാം. നാളിതുവരെ കണ്ടുപിടിക്കപ്പെട്ട മൂലകങ്ങൾ എത്ര? 118. നാളിതുവരെ കണ്ടുപിടിക്കപ്പെട്ട 118 മൂലകങ്ങളിൽ ആധുനിക പീരിയോഡിക് ടേബിൾ ഉൾപ്പെടുത്തിയിട്ടുള്ളവയിൽ കണ്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നിലവിൽ 118 മൂലകങ്ങളെ പീരിയോഡിക് ടേബിൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ എന്താണ് അതിലും കൂടുതൽ മൂലകങ്ങളെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ 118 വരെ ഒഫീഷ്യലി വന്നിട്ടുള്ളൂ. ആ 118 ഉള്ളപ്പം തന്നെ നമ്മൾ ജോലി വാങ്ങിക്കും അല്ലേ? അടുത്ത മൂലകങ്ങളിലൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതും പഠിക്കേണ്ടി വരത്തില്ലേടെ. എസാനും മുന്നേ ജോലി വാങ്ങിച്ചു. അപ്പോൾ 118 മൂലകങ്ങളെ നമ്മൾ ആധുനിക പീരിയോഡിക് ടേബിൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അറ്റോമിക് നമ്പർ 1 മുതൽ 92 വരെയുള്ള മൂലകങ്ങളിൽ ടെക്നീഷ്യം അറ്റോമിക് നമ്പർ 43, പ്രൊമിത്യം അറ്റോമിക് നമ്പർ 61 എന്നിവ ഒഴികെയുള്ളവ പ്രകൃതിയിൽ കാണപ്പെടുന്നു. അപ്പോൾ 1 മുതൽ 92 വരെയുള്ളവയിൽ 2 പേരെ ഒഴിവാക്കി ബാക്കിയുള്ളവ പ്രകൃതിയിൽ കാണപ്പെടുന്നു എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട്? 90 പേര്. അല്ലയോടെ 1 മുതൽ 92 വരെ ഉള്ളവയിൽ 2 പേരെ ഒഴിവാക്കി. ആരെയൊക്കെ? യെസ്, ആദ്യത്തെ കൃത്രിമ മൂലകമായുള്ള ടെക്നീഷ്യം 43നെയും രണ്ടാമത്തെ കൃത്രിമ മൂലകമായിട്ടുള്ള പ്രൊമിത്യം എത്രയാ? 61നെയും ഒഴിവാക്കിയാൽ ആകെ പ്രകൃതിദത്ത മൂലകങ്ങളുടെ എണ്ണം കിട്ടും. എത്ര പേരുണ്ട്? 90 പേര്. സെറ്റ്. ഇനി അടുത്തത് അറ്റോമിക് നമ്പർ 92 ശേഷമുള്ള എല്ലാവരും കൃത്രിമമായിട്ട് നിർമ്മിക്കപ്പെട്ടുള്ളവയാണ്. കൃത്രിമ മൂലകങ്ങൾക്ക് സ്ഥിരത കുറവാണ്, റേഡിയോ ആക്റ്റീവ് സ്വഭാവം പ്രദർശിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ കൃത്രിമ മൂലകങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? സ്ഥിരത കുറവാണ്, റേഡിയോ ആക്റ്റീവ് സ്വഭാവം പ്രകടിപ്പിക്കുന്നു. ഇനി അടുത്ത 92 ശേഷമുള്ള മൂലകങ്ങളെ എല്ലാം അറിയപ്പെടുന്ന പേര് ട്രാൻസ് യുറാനിയം മൂലകങ്ങൾ. 92 ശേഷമുള്ള മൂലകങ്ങളെ അറിയപ്പെടുന്ന പേരെന്താ? ട്രാൻസ് യുറാനിയം മൂലകങ്ങൾ. അതായത് 92 ശേഷം അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങളിൽ 100ാമത്തെ മൂലകം ഫെർമിയം ഓപ്ഷൻ ഇട്ടിട്ട് PSC ചോദിച്ചിരുന്നു.
താഴെ തന്നിരിക്കുന്നവയില് ട്രാൻസ് യുറാനിയം മൂലകം ഏതാണെന്ന്. 100ാമത്തെ മൂലകമല്ലേ ഫെർമിയം. അപ്പൊ സ്വാഭാവികമായിട്ടും 91 ശേഷം അല്ലേ. അപ്പൊ ആൻസർ ചെയ്ത് വരും ഫെർമിയം വരും. അപ്പൊ 91 ശേഷമുള്ള ഇമ്പോർട്ടന്റ് മൂലകങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 99 ഐൻസ്റ്റീനിയമാണ്, 100 ഫെർമിയമാണ്, പിന്നെ 101 മെന്റലീവിയമാണ്, 102 നൊബീലിയമാണ്, 103 ലോറൻഷ്യമാണ്, 104 റൂദർഫോർഡിയമാണ്, 107 ബോറിയമാണ്, 118 ഓർഗനസൺ ആണ്. അപ്പൊ എല്ലാ മൂലകങ്ങളെയും പഠിക്കാൻ പറ്റുന്നത്രയും മൂലകങ്ങളെ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അത്രയും സെറ്റാണെന്ന് കരുതുന്നു. ഇനി അടുത്തിലേക്ക് വരാം. ഇനി അടുത്തത് നമ്മുടെ ആന്റോണിയോ ലാവോസിയർ. പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു സയന്റിസ്റ്റ് ആണ് ആര്? ആന്റോണിയോ ലാവോസിയർ എന്ന് പറയപ്പെടുന്ന സയന്റിസ്റ്റ്. നോക്കാം നമുക്ക്. ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിട്ടുള്ള ആന്റോണിയോ ലാവോസിയറെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹമാണ് മാസ് സംരക്ഷണ നിയമം അവതരിപ്പിച്ചത്. മാസ് സംരക്ഷണ നിയമം അവതരിപ്പിച്ച ആന്റോണിയോ ലാവോസിയർ. അതായത് ഒരു രാസപ്രവർത്തനത്തിലെ അഭികാരകങ്ങൾ, റിയാക്ടന്റിന്റെ ആകമാസും ഉൽപ്പന്നങ്ങൾ, പ്രോഡക്റ്റ്, അവയുടെ ആകമാസും തുല്യമായിരിക്കും. രാസപ്രവർത്തനം ഏർപ്പെടുമ്പോൾ റിയാക്ടന്റ് കണ്ടോ, റിയാക്ടന്റിന്റെ മാസും പ്രോഡക്റ്റിന്റെ മാസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? നമ്മുടെ ആന്റോണിയോ ലാവോസിയർ. അതായത് മാസ് സംരക്ഷണ നിയമം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കണ്ടെത്തിയ ആളുടെ പേരെന്താ? ആന്റോണിയോ ലാവോസിയർ. ആന്റോണിയോ ലാവോസിയറെ കുറിച്ചൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചു കേട്ടോളുക. ഞാൻ എല്ലാ ക്ലാസ്സിലും ഒരുപാട് തവണ എടുത്തതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കേട്ടോളുക. ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ സാന്നിധ്യം കണ്ടെത്തി. അപ്പൊ ജ്വലന പ്രക്രിയയിലെ ഓക്സിജന്റെ സാന്നിധ്യം കണ്ടെത്തിയാരാ? ആന്റോണിയോ ലാവോസിയർ. ശ്വസനം നടക്കുമ്പോൾ ഓക്സിജനെ ആഗിരണം ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുകയും ചെയ്യുന്നുവെന്ന് കണ്ടെത്തി. അപ്പൊ നമ്മൾ ശ്വസിക്കുമ്പോൾ ഓക്സിജനെ ശ്വസിക്കുന്നു, പുറത്തേക്ക് വിടുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു എന്ന് കണ്ടെത്തിയ ആരാ? ആന്റോണിയോ ലാവോസിയർ. ആസിഡുകളിലെ ഓക്സിജന്റെ സാന്നിധ്യം മനസ്സിലാക്കി. പ്രത്യേകിച്ച് സൾഫ്യൂരിക് ആസിഡ്, കാർബോണിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് എന്നിവയിലെ ഓക്സിജന്റെ സാന്നിധ്യം ആരാ കണ്ടെത്തിയേ? ആന്റോണിയോ ലാവോസിയർ ആണ് കണ്ടെത്തിയത്. പിന്നെ ഓക്സിജൻ, ഹൈഡ്രജൻ എന്നിവയ്ക്ക് പേരുകൾ നൽകി. അല്ലയോ? ഓക്സിജൻ എന്ന സുന്ദരമായ പേര്, ഹൈഡ്രജൻ എന്ന സുന്ദരമായ പേര് സമ്മാനിച്ചാരാ? എസ് ആന്റോണിയോ ലാവോസിയർ ആണ്. പിന്നെ മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചു. മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചാരാ? ആന്റോണിയോ ലാവോസിയർ ആണ്. അദ്ദേഹത്തിന്റെ മരണവും ചോദ്യമാണ്. 1789 ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഉണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളെ തുടർന്ന് 1794 അദ്ദേഹം മരണപ്പെടുന്നത്. ആ സമയത്ത് ഗില്ലറ്റിൻ എന്ന ഉപകരണത്താൽ വധിക്കപ്പെട്ട രസതന്ത്രജ്ഞനാണ് ആന്റോണിയോ ലാവോസിയർ. നിങ്ങൾക്കറിയാം, അവിടെ ഭീകരവാഴ്ച നടന്നിരുന്നു. ആ ഭീകരവാഴ്ച സമയത്ത് 1794 അദ്ദേഹത്തിന് 51ാമത്തെ വയസ്സിൽ 51ാമത്തെ വയസ്സിൽ മരണപ്പെട്ട സയന്റിസ്റ്റ് ആണ് ആര്? ആന്റോണിയോ ലാവോസിയർ. 51 വയസ്സിനുള്ളിൽ എന്തോരം കാര്യങ്ങൾ ലോകത്തിന് സമ്മാനിച്ചു അല്ലെ. ശിരച്ഛേദം ചെയ്യപ്പെടുകയാണ് ചെയ്ത് ഗില്ലറ്റിൻ ചെയ്യപ്പെട്ട വ്യക്തിയാണ് ആര്? ആന്റോണിയോ ലാവോസിയർ. സെറ്റ്. ഓക്കെ, പോന്നോ. ഇനി അടുത്ത വസ്തുക്കളും പ്രധാന രാസവസ്തുക്കളും ഉപയോഗവും. ഇവിടുന്ന് ചോദ്യമുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചു വെച്ചോ. രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന ടോപ്പിക്കാണ്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പം കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ആരെ എടുക്കാറുണ്ട്? ടൂത്ത് പേസ്റ്റിനെ എടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ അവിടുന്ന് തുടങ്ങാം. ടൂത്ത് പേസ്റ്റ് അതിനകത്ത് എന്തൊക്കെയുണ്ട്? കാൽഷ്യം കാർബണേറ്റ് ഉണ്ട് അല്ലെ, പരസ്യത്തിൽ കണ്ട് ഞങ്ങൾക്ക് വലിച്ചാണ്. കാൽഷ്യം കാർബണേറ്റ് ഉണ്ട്, കാൽഷ്യം ഫോസ്ഫേറ്റ് ഉണ്ട് അല്ലെ, കാൽഷ്യം ഫോസ്ഫേറ്റ് ഉണ്ട്, സോഡിയം ലൊറൈൽ സൾഫേറ്റ് ഉണ്ട്, ഉണ്ട്, സോർബിറ്റോൾ ഉണ്ട്, മെന്തോൾ അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഉണ്ട്, മെന്തോൾ ഉണ്ട്, ടൈറ്റാനിയം ഡയോക്സൈഡ് ഉണ്ട്. ഇത് ചോദിക്കും, ചോദ്യമാണ് PSയുടെ. ടൂത്ത് പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ ടൈറ്റാനിയം ഡയോക്സൈഡ് ഇട്ടുതന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചു വെച്ചോണം. കാൽഷ്യം കാർബണേറ്റും കാൽഷ്യം ഫോസ്ഫേറ്റും ഒക്കെ എല്ലാവർക്കും കിട്ടും. സോഡിയം ലൊറൈൽ സൾഫേറ്റ്, സോർബിറ്റോളും മെന്തോളും അതൊക്കെ വാർത്തകളിലും പരസ്യങ്ങളിലെ കണ്ടുപരിച്ചുള്ളതാണ്. സോർബിറ്റോളും മെന്തോളും ഒക്കെ എവിടെയുണ്ട്? ടൂത്ത് പേസ്റ്റിലുണ്ട്. ടൈറ്റാനിയം ഡയോക്സൈഡ് എവിടെയുണ്ട്? ടൂത്ത് പേസ്റ്റിലുണ്ട്. ഓക്കെ, നമുക്കറിയാം പെയിന്റ്, ഗുളിക, പിന്നെ ടൂത്ത് പേസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാത്തിലും ആരുടെ സാന്നിധ്യമുണ്ട്? ഈ ടൈറ്റാനിയം ഡയോക്സൈഡിന്റെ സാന്നിധ്യമുണ്ട് കേട്ടോ. അപ്പോൾ ദന്തശുദ്ധി വരുത്തുന്നതിനാണ് നമ്മൾ അത് ഉപയോഗിക്കുക, അത് നമുക്കറിയാം. അടുത്ത സോപ്പ്. സോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഉയർന്ന ഫാറ്റി ആസിഡുകളുടെയും സോഡിയം പൊട്ടാസ്യം ലവണങ്ങളും സുഗന്ധവസ്തുക്കളും ഒക്കെ ചേർത്തിട്ടാണ് സോപ്പ് നിർമ്മിക്കാറുള്ളത്. സോപ്പ് എന്ന് പറയപ്പെടുന്ന നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാ? സാപ്പോണിഫിക്കേഷൻ. സാപ്പോണിഫിക്കേഷൻ പ്രക്രിയ വഴിയാണ് സോപ്പ് നമ്മൾ നിർമ്മിച്ചെടുക്കുക. ഓക്കെ, അപ്പൊ എങ്ങനെയാ? എണ്ണയോ കൊഴുപ്പോ ഏതെങ്കിലും ഒരു ആൽക്കലിയുമായി ചേർത്താണ് സോപ്പ് നിർമ്മിച്ചെടുക്കുക. നിർമ്മിക്കുന്ന പ്രക്രിയയാണ് സാപ്പോണിഫിക്കേഷൻ പ്രക്രിയ. നമ്മൾ നിർമ്മിച്ചു കഴിയുമ്പോൾ എന്താണ്? ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള ഒരു സംയുക്തം നമുക്ക് ലഭിക്കും. ആ സംയുക്തത്തിൽ നിന്ന് ഗ്ലിസറിനെ നീക്കം ചെയ്യാൻ, സോപ്പിൽ നിന്നും ഗ്ലിസറിനെ നീക്കം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രക്രിയയാണ് സാൾട്ടിങ് ഔട്ട്. സോപ്പിൽ നിന്നും ഗ്ലിസറിനെ നീക്കം ചെയ്യുന്നതിന് പറയുന്ന പേരെന്താ? സാൾട്ടിങ് ഔട്ട് എന്നാണ്. എന്താണ്? സാൾട്ടിങ് ഔട്ട്. അപ്പോൾ കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കാനുമാണ് സോപ്പ് നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യാറുള്ളത്.
ഇനി അപ്പക്കാരമാണ് സോഡിയം ബൈകാർബണേറ്റ് NaHCO3. ചോദ്യം വന്നിരുന്നു സോഡിയം ബൈകാർബണേറ്റ്, അതായത് അപ്പക്കാരത്തിൽ ഉൾപ്പെടാത്ത മൂലകങ്ങൾ. അപ്പോൾ അപ്പക്കാരമാണ് സോഡിയം ബൈകാർബണേറ്റ് എന്നും അതിന്റെ സിമ്പൽ NaHCO3 ആണെന്ന് പറഞ്ഞാലേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, റൊട്ടി, അപ്പം, കേക്ക് എന്നിവ ഉണ്ടാക്കാൻ വേണ്ടിയാ സോഡിയം ബൈകാർബണേറ്റ് യൂസ് ചെയ്യുക. അടുത്ത ബ്ലീച്ചിങ് പൗഡർ എന്താ? കാൽഷ്യം ക്ലോറോ അല്ലെങ്കിൽ ഹൈപ്പോക്ലോറേറ്റ് ആണ് കേട്ടോ. കാൽഷ്യം ക്ലോറോ ഹൈപ്പോക്ലോറേറ്റ് എന്നറിയപ്പെടുന്നതാണ് ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ്ങിനും അണുനാശനത്തിനുമാണ് ഉപയോഗിക്കുന്നത്. ബ്ലീച്ചിങ് പൗഡറിൽ ഏറ്റവും നല്ല അണുനാശിനി ആരാണ്? ക്ലോറിന്റെ സാന്നിധ്യമാണ് കേട്ടോ. ബ്ലീച്ചിങ് പൗഡറിലെ അണുനാശിനി ആരാന്ന് ചോദിച്ചാൽ ക്ലോറിനാണ്. പാറ്റ ഗുളിക നാഫ്തലിൻ എന്നാണ് അറിയപ്പെടുക. കീടങ്ങളെ അകറ്റാൻ ഉപയോഗിക്കുന്നു. പാറ്റ ഗുളിക എന്താണെന്ന് ചോദിച്ചാൽ നാഫ്തലിൻ ആണ്. അടുത്ത ചോക്ക് എന്താ? കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ കാൽഷ്യം സൾഫേറ്റ്. സാധാരണ ഉപയോഗിക്കുന്ന ചോക്ക് കാൽഷ്യം കാർബണേറ്റ് ആണ്. ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുക. സെറ്റ് അല്ലേ? അപ്പോൾ ഈ ബോക്സും ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോവാം. അടുത്തിലേക്ക് വരാം. കാർബോഹൈഡ്രേറ്റുകൾ, രാസസൂത്രവും അവ കാണപ്പെടുന്ന എവിടെയാണെന്ന് പറയാം. കാർബോഹൈഡ്രേറ്റുകളും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു മേഖലയാണ്. ഗ്ലൂക്കോസ് എന്ന് വെച്ചാൽ എന്താ? C6H12O6. ഓക്കെ, എവിടെയാ ഗ്ലൂക്കോസ് കാണപ്പെടുക? തേനിൽ കാണപ്പെടുന്നുണ്ട്, നമുക്കറിയാം. പിന്നെ പഴവർഗ്ഗങ്ങളിലും അവരുടെ സാന്നിധ്യമുണ്ട്, ഗ്ലൂക്കോസിന്റെ സാന്നിധ്യമുണ്ട്. ഗ്ലൂക്കോസിനെ നമ്മൾ വിളിക്കുന്ന പേര് ബ്ലഡ് ഷുഗർ എന്നാണ്. എന്താ വിളിക്കുന്നത്? ബ്ലഡ് ഷുഗർ. കാരണം രക്തത്തിൽ കാണപ്പെടുന്നതാണ് ആര്? ഗ്ലൂക്കോസ്. അപ്പോൾ ബ്ലഡ് ഷുഗർ എന്നറിയപ്പെടുന്ന ആരെയാന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ഗാലക്ടോസ് ആണ്. അതിന്റെ സിമ്പൽ എന്ത് തന്നെയാണ്? C6H12O6 തന്നെയാണ്. പാൽ ഉൽപ്പന്നങ്ങളിൽ ഗാലക്ടോസിന്റെ സാന്നിധ്യമുണ്ട്. സെറ്റ്. അടുത്ത ഫ്രക്ടോസ്, ഇത് PS ഫേവറേറ്റ് ആണ് കേട്ടോ. ഫ്രക്ടോസ് C6H12O6 എന്ന് തന്നെയാണ് അവയുടെ കെമിക്കൽ ഫോർമുല. എല്ലാത്തിനും എന്താ ഒരേ കെമിക്കൽ ഫോർമുല എന്ന് ചോദിച്ചാൽ ഇവയെല്ലാം എന്താ? ഐസോമെറിസങ്ങളാണ്. ഐസോമെറിസം എന്ന് വെച്ചാൽ എന്താ? ഒരേ രാസസൂത്രമുണ്ട്, പക്ഷെ രൂപത്തിൽ വ്യത്യസ്തരാണ്. രൂപം വേറെയാണ്, രൂപത്തിൽ അവരെന്താണ്? വ്യത്യസ്തരാണ്. അതായത് ആകൃതി വേറെയാണ്, സ്ട്രക്ചർ വേറെയാണ്, പക്ഷെ എന്താണ്? ഒരേ രാസസൂത്രം ഉള്ളവയെ നമുക്ക് ഐസോമെറിസം എന്ന് വിളിക്കാം. അതിന് എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസും ഗാലക്ടോസും ഫ്രക്ടോസും ഒക്കെ. ഫ്രക്ടോസ് ഫ്രൂട്ട്സ് ഷുഗർ എന്നാണ് അറിയപ്പെടുക. പഴങ്ങളിലെ പഞ്ചസാര എന്ന് വിളിക്കുന്ന ആരെയാ? ഫ്രക്ടോസ്. ഓർത്ത് വെക്കാൻ F വെച്ച് ഓർത്താൽ മതി. പഴങ്ങളിലെ പഞ്ചസാര ഫ്രക്ടോസ്. ലാക്ടോസിന്റെ സിമ്പൽ എന്താ? C12H22O11. ഓർത്ത് വെച്ചങ്ങനെ, C12H22O11. പാലിലെ പഞ്ചസാരയാണ് ലാക്ടോസ്. അടുത്ത മാൾട്ടോസ് എന്താ? C12H22O11 തന്നെയാണ്. വെള്ളത്തിൽ കുതിർക്കുന്ന ധാന്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നവയാണ്. അതായത് നമ്മുടെ വീടുകളിൽ ഉഴുന്ന പോലുള്ളവയൊക്കെ വെള്ളത്തിൽ കുതിർത്തിട്ടല്ലേ എടുക്കുന്നത്. അങ്ങനെ കുതിർത്തെടുക്കുന്ന ധാന്യങ്ങളിലെല്ലാം മാൾട്ടോസിന്റെ സാന്നിധ്യമുണ്ട്. ധാന്യങ്ങളിലെ പഞ്ചസാര എന്നാണ് അറിയപ്പെടുക മാൾട്ടോസിനെ. അടുത്ത സൂക്രോസ്, അതിന്റെ സിമ്പൽ എന്താ തന്നെയാ? C12H22O11 തന്നെയാണ്. C12H22O11 ആണ്. അത് കരിമ്പ്, അതായത് കരിമ്പിലെ പഞ്ചസാര, നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര, കരിമ്പിലെ പഞ്ചസാരയായ സൂക്രോസ് ആണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ടേബിൾ ഷുഗർ എന്ന് വിളിക്കുന്നത്. എന്താ? ടേബിൾ ഷുഗർ. ഓർത്ത് വെച്ചേക്കുക, ടേബിളിൽ കൊണ്ടുവച്ചല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്ന ആരാ? സൂക്രോസ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത സ്റ്റാർച്ച്. അരി, ഗോതമ്പ്, ഉരുളക്കിഴങ്ങ് എന്നിവയിലെല്ലാം സ്റ്റാർച്ചിന്റെ സാന്നിധ്യമുണ്ട്. സ്റ്റാർച്ചിനെ തിരിച്ചറിയാൻ വേണ്ടി, അന്നജത്തെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ് കേട്ടോ. എന്നെ തിരിച്ചറിയാൻ? അന്നജം എന്താ? സ്റ്റാർച്ച്. കെമിക്കൽ ഫോമിലൊന്നും പഠിക്കണമെന്നില്ല. അടുത്ത സെല്ലുലോസ്, സസ്യങ്ങളിലെ ഫൈബറുകളിൽ കാണപ്പെടുന്ന ആളാണ് ആര്? സെല്ലുലോസ് കേട്ടോ. സെല്ലുലോസ് സസ്യങ്ങളിലെ നാരുകളിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റുകളെല്ലാം നോക്കി വെക്കുക. അടുത്തയാണ് പ്ലാസ്റ്റിക് എന്ന വലിയൊരു ഭാഗത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കും അവയുടെ മോണോമറുകളും. മോണോമറിനെ ചോദിച്ചാൽ നമ്മൾ കണ്ടു അല്ലേ? യെസ്, അതായത് റബ്ബറിലെ മോണോമർ എന്ന് കഴിഞ്ഞ PYQ സെഷനിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ മോണോമർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന സ്വഭാവവും ഉപയോഗങ്ങളും എല്ലാം ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ടേബിൾ ഞാൻ വായിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാത്രമാണ്. ഒന്നാമത്തത്, നിങ്ങൾ ഇങ്ങനെ ഒരു സിമ്പൽ കുപ്പികളുടെയൊക്കെ ചുവട്ടിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ചുവട്ടിൽ അത് PETE എന്ന് പറയപ്പെടുന്നതാണ്. 1 എന്ന് പറയുന്ന നമ്പറുള്ള പ്ലാസ്റ്റിക് ആണ്. പോളി എഥിലീൻ ടെറിത്താലേറ്റ് എന്നാണ് അതിനെ വിളിക്കുക. നമ്മൾ പോളിസ്റ്റർ എന്ന് വിളിക്കും. PET എന്ന പേരിലും അറിയപ്പെടും. ഓക്കെ, അപ്പൊ എന്താ? 1 നമ്പറുള്ള പ്ലാസ്റ്റിക് താഴെ പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ പോളി എഥിലീൻ ടെറിത്താലേറ്റ് ആണ്. PETE എന്ന് പറയും. പോളിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ മോണോമറിന്റെ പേര് എഥിലിൻ ടെറിത്താലേറ്റ്. എന്താണ്? എഥിലിൻ ടെറിത്താലേറ്റ്. ഒന്നുമില്ല, പേരിനകത്ത് പോളി അങ്ങ് മാറ്റിയാൽ ബാക്കി കിട്ടി. പോളി എഥിലിൻ ടെറിത്താലേറ്റിനകത്ത് പോളി അങ്ങ് മാറ്റുക. ടെറിത്താലേറ്റ്, സിമ്പിൾ. ടെറിത്താലേറ്റ് ആണ് എന്ന് മോണോമർ. സിമ്പിൾ അല്ലേ? ആണ്. വലിച്ചു നീട്ടാൻ കഴിയുന്നവയാണ്, നേർത്ത നൂലുകളാക്കാൻ കഴിയുന്നവയാണ് പോളിസ്റ്റർ.
പോളിസ്റ്റർ എന്നാണ് അതിനെ പൊതുവെ അറിയപ്പെടുക. ഓക്കെ, കൃത്രിമ വസ്ത്രങ്ങളും ശീതളപാനീയങ്ങളുടെ കുപ്പികൾ, ഞാൻ അതല്ലേ പറഞ്ഞേ, മിക്കവാറും കുപ്പികളിലെല്ലാം ശീതളപാനീയങ്ങളുടെ കുപ്പികളിലെല്ലാം തന്നെ നിങ്ങൾ പാലൊക്കെ വാങ്ങിക്കുന്ന കുപ്പിയിലൊക്കെ നോക്കിയാൽ 1 ആണ് കാണുന്നത്. വീണ്ടും ഉപയോഗിക്കാൻ പാടില്ലാത്ത കുപ്പികളാണ് കേട്ടോ 1 ഉള്ളവ. അപ്പോൾ കൃത്രിമ വസ്ത്രങ്ങൾ, ശീതളപാനീയങ്ങൾ കുപ്പികളിലെല്ലാം തന്നെ നമുക്ക് ആരെ കാണാം? 1 ഉള്ളവയെ കാണാം. ഓക്കെ, അപ്പോൾ പോളി എഥിലീൻ ടെറീഥാലേറ്റ് PET എന്നറിയപ്പെടും. നമ്മൾ പോളിസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. എഥിലീൻ ടെറീഥാലേറ്റ് ആണ് അതിനകത്തെ മോണോമറുകൾ ചേർന്നാണ് പ്ലാസ്റ്റിക് ആയിട്ടുള്ള പോളി എഥിലീൻ ടെറീഥാലേറ്റ് ഉണ്ടാവുന്നത്, പോളിസ്റ്റർ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ പോളിമർ ഉണ്ടാവുന്നത്. രണ്ടാമത്തെ 2 നമ്പർ ഉള്ളത് HDPE, അതായത് ഹൈ ഡെൻസിറ്റി പോളിത്തീൻ എന്നാണ് ഫുൾ ഫോം. ഹൈ ഡെൻസിറ്റി പോളിത്തീൻ, സാന്ദ്രത കൂടിയതാണ്. അതിനകത്തെ മോണോമർ ആര്? എഥിലിൻ ആണ്. ആരാണ്? എഥിലിൻ. ഉയർന്ന ദ്രവണാങ്കമുണ്ട്, കട്ടി കൂടിയതാണ്, ബലമുണ്ട്. കട്ടിയുള്ള കുപ്പികളും ടാങ്കുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ആരെ യൂസ് ചെയ്യും? HDPE. ടാങ്കുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് HDPE എന്ന് എഴുതിയേക്കുന്നത് കാണാം. ഹൈ ഡെൻസിറ്റി പോളിത്തീൻ ആണ് കേട്ടോ, ഹൈ ഡെൻസിറ്റി പോളിത്തീൻ. 2 ആണ്. ഇനി അടുത്ത 3 നമ്മുടെ PVC. 3 അക്ഷരമല്ലേ ഉള്ളൂ, ഓർത്തൊക്കെ എളുപ്പമാണ്. PVC 3. അവൻ 3 നമ്പർ ഉള്ളവയെല്ലാം PVC ആണ്. പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. അതിനകത്തെ മോണോമർ വിനൈൽ ക്ലോറൈഡാണ്. പോളി അങ്ങ് മാറ്റിയാൽ മതി, വിനൈൽ ക്ലോറൈഡ്. കട്ടി കൂടിയതാണ്. ജലവിതരണ കുഴലുകൾ, പൈപ്പുകൾ, പേഴ്സുകൾ, വാട്ടർ ടാങ്കുകളൊക്കെ നിർമ്മിക്കാൻ യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്ത LDPE, അതായത് 4 നമ്പർ വരുന്നത്, അതായത് ലോ ഡെൻസിറ്റി പോളിത്തീൻ അഥവാ പോളി എഥിലീൻ എന്ന് പറയും. സാന്ദ്രത കുറവാണ് കേട്ടോ. അതിനകത്തെ മോണോമർ ആര് തന്നെയാ? എഥിലീൻ ആണ്. HDPE ആണെങ്കിലും LDPE ആണെങ്കിലും ആര് തന്നെയാ? മോണോമർ എഥിലീൻ ആണ്. കുറഞ്ഞ ദ്രവണാങ്കമാണ്, അയഞ്ഞതാണ്, നേർത്ത പാളികളാണ്. അപ്പോൾ എന്തായിരിക്കും? യെസ്, പുള്ളിയെ നമ്മൾ കവറുകൾ നിർമ്മിക്കാൻ, കട്ടി കുറഞ്ഞ കുപ്പികൾ നിർമ്മിക്കാൻ, വൈദ്യുത കമ്പികളുടെ ആവരണങ്ങളൊക്കെ വളയണ്ടേ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ആരെ യൂസ് ചെയ്യും? LDPE യൂസ് ചെയ്യും അല്ലേ. അടുത്താണ് പോളിപ്രോപ്ലീൻ 5. ഇത് നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്, നമ്മൾ അതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പോളിപ്രോപ്ലീൻ 5 നമ്പറാണ്. PP. ഓക്കെ, PP ഓർത്തൊക്കെ എളുപ്പ. പോളിപ്രോപ്ലീൻ ആണ് PP. പ്രൊപ്പിലീൻ ആണ് അതിനകത്തെ മോണോമർ. എന്താ ഞാൻ PP അടിച്ചെന്നറിയാമോ? കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. അതെ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. വായിക്കാലോ. ഉയർന്ന താപനിലയിലും ആകൃതി നിലനിർത്തുന്നു. ഓക്കെ, കളിപ്പാട്ടങ്ങൾ, ചവിട്ടുമെത്തകൾ, മോട്ടോർ വാഹനങ്ങളുടെ ഭാഗങ്ങൾ, ബാറ്ററിയുടെ കവറൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് പോളിപ്രോപ്ലീൻ കൊണ്ടാണ്. PP എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. 5 കേട്ടോ. നമ്മൾ 5 വയസ്സിലൊക്കെ അല്ലേ പ്രധാനമായിട്ടും കളിപ്പാട്ടങ്ങളെ കൊണ്ട് കളിച്ചിട്ടോളേ. 6 വയസ്സാകുമ്പോൾ സ്കൂളിൽ പോയില്ലേ? ഓക്കെ, ചുമ്മാ 6 നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത 6 പോളിസ്റ്ററിനാണ്. പോളിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. പോളിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെറീൻ എന്ന് പറയപ്പെടുന്നതാണ് അതിൻ്റെ മോണോമർ. ലോലമാണ്, പിന്നെ സാന്ദ്രത കുറവാണ്, ആഘാതം പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. പ്ലാസ്റ്റിക് ഫോമുകൾ, ലോലമായ പൊതിയൽ സാമഗ്രി, മേശയുടെ വിരിയൊക്കെ ഉണ്ട്. സാധനങ്ങളൊക്കെ പൊതിയാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കില്ലേ, അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോളിസ്റ്ററിന് യൂസ് ചെയ്യുക. ഇനി അടുത്താണ് പോളിസ്റ്റർ വേറെയാ, പോളിസ്റ്ററിൻ വേറെ കേട്ടോ. അടുത്ത 7 നമ്പർ ടഫ്ലോൺ. നമ്മൾ യൂസ് ചെയ്യുന്ന കേട്ടോ ടെഫ്ലോൺ. 7 നമ്പറുള്ള ടെഫ്ലോൺ. ഓക്കെ, പോളി കാർബണേറ്റ്, നൈലോൺ തുടങ്ങിയവയൊക്കെ 7 നമ്പറിൽ വരുന്ന 7 എന്ന് പറയപ്പെടുന്ന പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ ടെഫ്ലോണിൻ്റെ ആണ് ടെട്രാഫ്ലൂറോ എഥിലീൻ എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ടെഫ്ലോണിൻ്റെ മോണോമർ എന്തായാലും ചോദിക്കും. ഓർത്ത് വെച്ചുക, ടെഫ്ലോണിൻ്റെ മോണോമർ ഏതാ? ടെട്രാഫ്ലൂറോ എഥിലീൻ. സെറ്റ് അല്ലേ? ടെഫ്ലോൺ, ടെട്രാഫ്ലൂറോ എഥിലീൻ. നമ്മൾ ടെഫ്ലോൺ എവിടെ യൂസ് ചെയ്യുന്നത്? നോൺ സ്റ്റിക് പാത്രങ്ങൾ എന്ത് ചെയ്യും? അതെ, നോൺ സ്റ്റിക് പാത്രങ്ങളുടെ കോട്ടിങ്ങിന് വേണ്ടി ടെഫ്ലോൺ യൂസ് ചെയ്യുക. ഈടുറ്റതാണ്, രാസസ്ഥിരതയുണ്ട്, ഒട്ടിപ്പിടിക്കാത്ത തരമാണ്. ആധുനിക പാചക ഉപകരണങ്ങൾ, പെയിന്റ്, ആവരണങ്ങൾ, അതായത് നോൺ സ്റ്റിക് പാത്രങ്ങളുടെ കോട്ടിംഗ് നിർമ്മിക്കാൻ ടെഫ്ലോൺ യൂസ് ചെയ്യുന്നു. ഓക്കെ, ടെഫ്ലോൺ എന്ന് വെച്ചാൽ ഓർത്ത് വെച്ചുക ടെട്രാഫ്ലൂറോ എഥിലീൻ എന്ന് പറയപ്പെടുന്ന ആളാണ് അതിൻ്റെ മോണോമർ. ഓക്കെ, സെറ്റ് അല്ലേ? ഒന്ന് വായിച്ചു വിടണേ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ. അടുത്തിലേക്ക് വരാം. അടുത്ത പുസ്തകത്തിൽ കൊടുത്തേക്കുന്ന കുറച്ചുണ്ട്, വായിക്കാം. മോണോമറും പോളിമറും നന്നായി വായിച്ചു വേണ്ടേ. മോണോമറും പോളിമറും പറയാം. മോണോമർ വിനൈൽ ക്ലോറൈഡ് ആണെങ്കിൽ പോളിമർ പോളി വിനൈൽ ക്ലോറൈഡ് PVC. പൈപ്പുകൾ, പ്ലാസ്റ്റിക് ഫർണിച്ചർ, വൈദ്യുത ചാലകങ്ങളുടെ ആവരണങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അടുത്ത ഈഥീനാണ്. ഈഥീൻ ചേർന്ന പോളിമർ പോളിത്തീൻ. പോളിത്തീൻ ടാർപോളിൻ ഷീറ്റുകൾ, ക്യാരി ബാഗുകളൊക്കെ നിർമ്മിക്കുന്നു. ഇതാ ചോദിച്ചേ, പ്രകൃതിദത്ത റബ്ബർ എന്നറിയപ്പെടുന്ന ആരാ? ഐസോപ്രിൻ. ഇതാണ് PSയുടെ ചോദ്യം. ടയറുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നു. താഴെ തന്നിരിക്കുന്നതിൽ പ്രകൃതിദത്ത റബ്ബർ ഏത്? ഐസോപ്രിൻ. ചോദ്യം ഓർമ്മയില്ലേ? ഉണ്ട്. അടുത്ത ടെഫ്ലോൺ, നോൺ സ്റ്റിക് പാത്രങ്ങളുടെ കോട്ടിംഗ് നിർമ്മിക്കുന്നു. അതിലെ മോണോമർ ടെട്രാഫ്ലൂറോ ഈഥീൻ ആണ്. ഓക്കെ, ടെട്രാഫ്ലൂറോ ഈഥീൻ ആണ്.
ഇനി ഓർലോൺ എന്ന് പറയപ്പെടുന്ന ഒരു പോളിമർ ഉണ്ട്, കൃത്രിമ നാരുകൾ ഫൈബറുകളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതാണ് ഇത് അക്രിലോനൈട്രൽ വിനൈൽ സൈനൈഡ് എന്നാണ് അതിനകത്തെ മോണോമറിന്റെ പേര്. മോണോമർ ആ സാധാരണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മോണോമർ ആദ്യം തന്നെ വന്നിട്ടുണ്ട്, ഓർത്ത് വെച്ചേക്കോ. ഓർലോൺ എന്ന പോളിമർ അല്ലെങ്കിൽ ഓർലോൺ എന്ന പ്ലാസ്റ്റിക്കിലെ മോണോമർ ഏതാണ്? അക്രിലോനൈട്രൽ ആണ് അല്ലെങ്കിൽ വിനൈൽ സൈനൈഡ് ആണ്. സെറ്റ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിൻ്റെ തന്നെ കുറച്ച് കാര്യങ്ങളും ഉണ്ട് പുസ്തകത്തിൽ. അതുകൊണ്ട് അടുത്ത മോണോമറും പോളിമറും തന്നിട്ട് ഉപയോഗം തന്നിട്ടുണ്ട്. നൈലോൺ 66 ഓപ്ഷനിൽ കണ്ടില്ലായിരുന്നോ നിങ്ങൾ? യെസ്, നൈലോൺ 66 വസ്ത്രങ്ങളും ചീപ്പുകളും എന്താണ് നമ്മുടെ ബ്രഷുകളുടെ നാരും ഒക്കെ നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്നതാണ്. നിത്യജീവിതത്തിൽ ഏറെ ഉപയോഗമുള്ളതാണ് നൈലോൺ 66. അപ്പോൾ നൈലോൺ 66 ഇതിന്റെ മോണോമർ ആണ് അഡിപ്പിക് ആസിഡ്, ഹെക്സാമെഥിലിൻ ഡൈ അമീൻ ഒക്കെയാണ്. ഇതിന്റെ ഉപയോഗമേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡൈ അമീനും ഒക്കെ ശ്രദ്ധിച്ചു വെച്ചേക്കുക. അടുത്ത ഫിനോൾ ഫോർമാൽഡിഹൈഡ് റെസിനാണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ പ്ലാസ്റ്റിക് ആണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ്. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ പ്ലാസ്റ്റിക് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ്. കണ്ടെത്തിയ ആളുടെ പേര് ലിയോ ബേക്കലൈറ്റ് ആണ്. അതിനകത്ത് എന്തുണ്ട്? ഫിനോൾ ഫോർമാൽഡിഹൈഡ് റെസിനാണ് ബേക്കലൈറ്റ്. ഫിനോൾ ഫോർമാൽഡിഹൈഡ് റെസിനാണ് എന്ത് നമ്മുടെ ബേക്കലൈറ്റ് എന്ന് പറയപ്പെടുന്നത്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? മോണോമർ, ഫിനോളും ഫോർമാൽഡിഹൈഡും സ്വിച്ചുകൾ, വീട്ടിലെ സ്വിച്ചുകളെല്ലാം ഇല്ലേ, സ്വിച്ചുകൾ, പ്ലഗുകൾ, പ്രഷർ കുക്കറിന്റെ കൈപ്പിടി, സോപ്പ് പൊട്ടിയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബേക്കലൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അടുത്താണ് പോളി എഥിലീൻ ടെറിഥാലേറ്റ് പോളിയസ്റ്റർ. പോളിസ്റ്റർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ, കുപ്പികൾ, ടാർപോളിൻ ഷീറ്റുകളൊക്കെ നിർമ്മിക്കാൻ പോളിസ്റ്റർ യൂസ് ചെയ്യും. എഥിലിൻ ഗ്ലൈക്കോളും ടെറിഥാലിക് ആസിഡുമാണ്. എഥിലിൻ ഗ്ലൈക്കോളും പിന്നെ ടെറിഥാലിക് ആസിഡുമാണ് മോണോമറുകൾ. ഓക്കെ അല്ലേ? പോസ് ചെയ്ത് വെച്ച് ഈ ഭാഗം ഒന്ന് പഠിച്ചിട്ട് പോകാല്ലേ. സെറ്റ്. അടുത്തത് വിഭാഗം, ധർമ്മം, ഉദാഹരണങ്ങൾ. രസാന്തര നിത്യജീവിതത്തിലെ വേദന സംഹാരികളെയും ഒന്നും നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല. മരുന്ന് എന്ന് പറയപ്പെടുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. നമുക്ക് നോക്കാം. ഇവിടെ മരുന്നുകളിൽ അനാൾജസിക്കുകളാണ് തന്നേക്കുന്നത്. അനാൾജസിക് എന്ന പേര് കേൾക്കുമ്പോഴേ ഓർത്തോളം വേദന സംഹാരിയാണ്. താഴെ തന്നിരിക്കുന്നതിൽ വേദന സംഹാരികളെ പൊതുവെ അറിയപ്പെടുന്ന നാമം ഏത്? അനാൾജസിക്കുകളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനാൾജസിക് ആണ് ഇത് ആസ്പിരിൻ. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ പോയി വാങ്ങിക്കാൻ പാടില്ല കേട്ടോ. ഓർത്ത് വെച്ചേക്കാം, പുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞ് പോയി വാങ്ങിക്കല്ലേ. അപ്പോൾ വേദന സംഹാരികളാണ്, ആസ്പിരിൻ ആണ്. ആന്റിപയററ്റിക്കുകൾ എന്ന് വെച്ചാൽ ശരീരത്തിൽ ചൂടുണ്ടെങ്കിൽ ആ താപനില കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മരുന്നുകളെയാണ് ആന്റിപയററ്റിക്കുകൾ എന്ന് വിളിക്കുക. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ പനിയായിട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു പാരസെറ്റമോൾ തരില്ലേ? അതെന്തിനാണ്? ശരീരത്തിന് ചൂടുണ്ടെങ്കിൽ ആ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരീരത്തിന് താപനില കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പാരസെറ്റമോൾ യൂസ് ചെയ്യുക. പാരസെറ്റമോൾ ഏത് കാറ്റഗറിയാ? ആന്റിപയററ്റിക്കുകൾ. എന്താണ്? ആന്റിപയററ്റിക്കുകൾ എന്ന കാറ്റഗറിയാണ്. ഇനി അടുത്ത ആന്റിസെപ്റ്റിക്കുകളുണ്ട്. ആന്റിസെപ്റ്റിക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പുറമെ യൂസ് ചെയ്യുന്നവയാണ് ആന്റിസെപ്റ്റിക്കുകൾ. അതിന് എക്സാമ്പിൾ ആണ് ഡെറ്റോള്. എന്താണ്? ഡെറ്റോൾ ഒരു ആന്റിസെപ്റ്റിക് ആണ്. ഇനി ആന്റിബയോട്ടിക്കുകൾ ഇപ്പൊ അമൃതം, ആരോഗ്യം പോലുള്ള പരിപാടികളൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ആന്റിബയോട്ടിക്കുകൾ ഓർത്ത് വെക്കുക. രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നതിനും അവയുടെ വളർച്ച തടയുന്നതിനും, പ്രത്യേകിച്ച് ബാക്ടീരിയകളുടെ വളർച്ച തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആന്റിബയോട്ടിക്കുകൾ യൂസ് ചെയ്യുക. പെൻസിലിൻ ഒരു ആന്റിബയോട്ടിക് ആണ് കേട്ടോ. പെൻസിലിൻ എന്താണ്? ആന്റിബയോട്ടിക് ആണ്. അപ്പോൾ രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നതിനും അവയുടെ വളർച്ച തടയുന്നതിനുമാണ് ഉപയോഗിക്കുന്ന മരുന്നുകളെ എന്തായിട്ട് അറിയപ്പെടുന്നു? ആന്റിബയോട്ടിക്കുകൾ എന്നറിയപ്പെടുന്നു. പെൻസിലിൻ ഏത് കാറ്റഗറി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്കുകളാണ്. ശരിയല്ലേ? ഓർത്ത് വെച്ചോ. അടുത്ത വളങ്ങൾ. രസാന്തര നിത്യജീവിതത്തിലെ പ്ലാസ്റ്റിക് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്ലാസ്സുകൾ പഠിച്ചിരുന്നു അല്ലേ? അതായത് PYQനകത്ത് ഗ്ലാസ്സുകൾ പഠിച്ചു. ഗ്ലാസ്സുകളും അതോടൊപ്പം തന്നെ ഇന്ന് പ്ലാസ്റ്റിക്കുകൾ പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? ഇപ്പം നമ്മൾ അവസാനിപ്പിച്ച മരുന്നുകൾ എന്ന് പറയപ്പെടുന്ന ഭാഗം ഒന്നും രസാന്തര നിത്യജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്ത ഏരിയകളാണ് അല്ലേ? അതുപോലെ തന്നെ നമ്മൾ അടുത്തേക്ക് കടക്കാൻ പോകുന്നു. വളങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ഈസിയാണേ. ഓക്കെ, വളങ്ങൾ. നൈട്രജൻ വളങ്ങൾ സസ്യങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നവയാണ് ആര്? നൈട്രജൻ വളങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ് നൈട്രജൻ വളങ്ങളായിട്ട് യൂസ് ചെയ്യുക? അമോണിയം സൾഫേറ്റ്, കാൽഷ്യം സയനൈഡ്, യൂറിയ. ഓർത്ത് വെച്ചാൽ യൂറിയ, സോഡിയം നൈട്രേറ്റ്, കാൽഷ്യം നൈട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്. ഓക്കെ, അപ്പോൾ നൈട്രജൻ വളങ്ങൾ ഏതൊക്കെയാണ്? നൈട്രജൻ നമുക്ക് ലഭിക്കുന്ന വളങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അമോണിയ അടങ്ങിയവ ഉണ്ടായിരിക്കും. അമോണിയം സൾഫേറ്റ് ഉണ്ട്, പിന്നെ കാൽഷ്യം സയനമൈഡ് എന്ന് പറയപ്പെടുന്നതുണ്ട്, യൂറിയ ഉണ്ട്, സോഡിയം നൈട്രേറ്റ്, കാൽഷ്യം നൈട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്. അപ്പോൾ സസ്യങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന വളങ്ങൾ ഏത് മൂലകത്തിൻ്റെയാണെന്ന് ചോദിച്ചാൽ നൈട്രജൻ്റെ ആണ്. ഇനി അടുത്ത ഫോസ്ഫേറ്റ് വളങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്നവയാണ്, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നവയാണ്. ഓക്കെ, അത് അമോണിയം ഫോസ്ഫേറ്റും ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റും ആണ്. ഇനി അടുത്ത പൊട്ടാഷ് വളങ്ങളുടെ പ്രത്യേകത ചോദിക്കാം. ഓക്കെ,
സസ്യങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്നു, അത് ഫോസ്ഫേറ്റ് വളങ്ങളെ സഹായിക്കുന്നുണ്ട്. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു, അതും ഫോസ്ഫേറ്റ് വളങ്ങളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ പൊട്ടാഷ് വളങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഈ പോയിന്റിൽ നിന്ന് ചോദ്യം വരാം. പൊട്ടാഷ് വളങ്ങളുടെ പ്രത്യേകത രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വളങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ പൊട്ടാഷ് വളങ്ങളാണ്. പൊട്ടാസ്യം ക്ലോറൈഡ്, അതായത് മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നറിയപ്പെടുന്നു. പിന്നെ പൊട്ടാസ്യം സൾഫേറ്റ്, പൊട്ടാസ്യം മഗ്നീഷ്യം സൾഫേറ്റ് ഒക്കെയാണ് നമ്മൾ പൊട്ടാഷ് വളങ്ങളായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ രോഗപ്രതിരോധ ശേഷി സസ്യങ്ങൾക്ക് കൊടുക്കുന്ന പൊട്ടാഷ് വളങ്ങളാണ്. സസ്യങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുന്നത് നൈട്രജൻ വളങ്ങളാണ്. സസ്യങ്ങളുടെ വളർച്ചയെ സഹായിക്കുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന വളങ്ങൾ ഫോസ്ഫേറ്റും പൊട്ടാഷ്യം വളങ്ങളാണ്. സെറ്റാണ്. ഈ ഭാഗവും നോക്കി വെക്കേണ്ടതാണ്. ഇനി അടുത്ത എസ്റ്ററുകൾ. നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയുന്ന മറ്റൊരു മേഖലയാണ് ഇത് എസ്റ്ററുകൾ എന്ന് പറയപ്പെടുന്നത്. എസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കാർബോക്സിലിക് ആസിഡ്, അതായത് ആസിഡ് ആൽക്കഹോളുമായിട്ട് പ്രവർത്തിച്ച് ലഭിക്കുന്ന സംയുക്തങ്ങളെയാണ് എസ്റ്ററുകൾ എന്ന് പറയുക. ഈ എസ്റ്ററുകൾ നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ആഹാരപദാർത്ഥങ്ങൾ നിർമ്മിക്കുമ്പോൾ ആഹാരപദാർത്ഥങ്ങൾക്ക് മണം, സുഗന്ധം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുക? പ്രധാനമായിട്ടും എസ്റ്ററുകളെ യൂസ് ചെയ്യുക. നോക്കാം. അതായത് ഏത്തപ്പഴത്തിന്റെ മണമുള്ള ഒരു കേക്ക് നിർമ്മിക്കണം. ഓക്കെ, അത് നമ്മൾ എന്താ യൂസ് ചെയ്യുക? യെസ്, അമൈൽ അസറ്റേറ്റ് എന്ന എസ്റ്റർ യൂസ് ചെയ്താൽ പോരെ? മതി. അമൈൽ അസറ്റേറ്റ് എന്ന എസ്റ്റർ യൂസ് ചെയ്താൽ മതി. ഞാൻ അടുത്തേക്ക് വരാം. പൈനാപ്പിളിന്റെ മണമുള്ള ബിരിയാണി നിർമ്മിക്കണം. ആരെ യൂസ് ചെയ്യണം? ഈഥൈൽ ബ്യൂട്ടറേറ്റ്. ആരെയാണ്? ഈഥൈൽ ബ്യൂട്ടറേറ്റ്. ഓറഞ്ചിന്റെ മണമുള്ള ജ്യൂസ് നിർമ്മിക്കണം. കൃത്രിമമായിട്ട് ആരെ ചേർത്താൽ മതി? ഒക്ടൈൽ അസറ്റേറ്റ് ചേർത്താൽ മതി. നല്ല മണം ഉണ്ടായിരിക്കും. അടുത്ത മുല്ലപ്പൂവിന്റെ മണമുള്ള സ്പ്രേ അടിക്കേണ്ടതായിട്ടുണ്ട്. മുല്ലപ്പൂവിന്റെ മണമുള്ള അത്തർ വേണം. ആരാണ്? ബെൻസൈൽ അസറ്റേറ്റ്. ആരെ ചേർത്താൽ മതി? ബെൻസൈൽ അസറ്റേറ്റ്. വായിച്ചിടുക. ഏത്തപ്പഴമാണെങ്കിൽ അമൈൽ അസറ്റേറ്റ്. ബനാന എ അമൈൽ അസറ്റേറ്റ്. പൈനാപ്പിൾ ഈഥൈൽ ബ്യൂട്ടറേറ്റ്. ഓറഞ്ച് ഒക്ടൈൽ അസറ്റേറ്റ്. മുല്ലപ്പൂവ് ബെൻസൈൽ അസറ്റേറ്റ്. എളുപ്പമല്ലേ? എസ്റ്ററുകൾ ഈസിയാണ്, മാർക്ക് കിട്ടും. ഇനി അടുത്ത ആസിഡുകളിൽ മോര്, തൈര് എന്നിവയിൽ ഏതാ ആസിഡ്? ലാക്റ്റിക് ആസിഡ്. മോരും തൈരും ഒക്കെ ജീവിതത്തിൽ എന്ന് ഉപയോഗിക്കുന്നല്ലേ? അപ്പൊ എന്താണ്? ലാക്റ്റിക് ആസിഡ്. വിനാഗിരി അസറ്റിക് ആസിഡ്. അച്ചാറുകളൊക്കെ യൂസ് ചെയ്യാറില്ലേ? ഉണ്ട്. നാരങ്ങ ഏതാ? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, സിട്രിക് ആസിഡ്. വാളംപുളിയിലോ? ടാർട്ടാറിക് ആസിഡ്. ആപ്പിളില് മാലിക് ആസിഡ്. ഇത് APSന്റെ ഫേവറേറ്റ് ആണ് നിലവിൽ, അല്ലെ? ആപ്പിളിലെ ആസിഡ് ചോദിക്കാറുണ്ട്, മാലിക് ആസിഡ്. നെല്ലിക്കയില് അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ സി എന്നാണ് അറിയപ്പെടുന്നത്. വിറ്റാമിൻ സി എന്നറിയപ്പെടുന്ന ആസിഡാണ് അസ്കോർബിക് ആസിഡ്. തക്കാളിയിൽ ഏതാ? ഓക്സാലിക് ആസിഡ്. തക്കാളിയിലെ ആസിഡ് ഏതാ? ഓക്സാലിക് ആസിഡ്. നെല്ലിക്കയില് ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വിറ്റാമിൻ സി എന്ന അസ്കോർബിക് ആസിഡ് ആണ്. കണ്ടോ, ഇതിന്റെ സാന്നിധ്യമാണ് നമ്മുടെ നെല്ലിക്കയ്ക്ക് പുളിരുചി നൽകുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം, ആസിഡുകൾക്ക് പുളിരുചി നൽകുന്നത്, അല്ലെങ്കിൽ പദാർത്ഥങ്ങൾക്ക് പുളിരുചി നൽകുന്ന ആരുടെ സാന്നിധ്യമാണ്? ആസിഡുകളുടെ സാന്നിധ്യമാണ്. അപ്പൊ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറെ പദാർത്ഥങ്ങളും അവയിലെ ആസിഡുകളുമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ആസിഡുകളുടെ ഉപയോഗം പറയണേ. അസറ്റിക് ആസിഡ് എന്താ ഉപയോഗിക്കുന്നത്? യെസ്, അച്ചാറുകൾ നിർമ്മിക്കാൻ വേണ്ടി. അത് നമുക്കറിയാം. അസറ്റിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? അച്ചാർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അല്ല അച്ചാറിനകത്ത് ഉപയോഗിക്കുന്നു. ഫോമിക് ആസിഡിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്താണ്? ഫോമിക് ആസിഡ് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് കടിക്കുമ്പോൾ ശരീരത്തിലേക്ക് വരുന്നതാണ്, അല്ലെ? ഉറുമ്പ് നിന്ന് ശരീരത്തിലേക്ക് എത്തുന്ന ആസിഡാണ് ഇത് ഫോമിക് ആസിഡ് എന്ന് പറയുന്നത്. അത് സിട്രിക് ആസിഡ്. പാനീയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സിട്രിക് ആസിഡ്, നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോൾ സിട്രിക് ആസിഡ് കിട്ടും, അല്ലെ? അതെ. സൾഫ്യൂരിക് ആസിഡ്. ഇവിടുന്ന് ചോദ്യം വന്നേ. മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിലും ആരെ ഉപയോഗിക്കുന്നു? സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നു. ഓക്കെ, മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിലും സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നു. നൈട്രിക് ആസിഡ് എന്താ യൂസ് ചെയ്യുന്നത്? രാസവളം, പെയിന്റ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ വേണ്ടി നൈട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നു. അടുത്ത ടാനിക് ആസിഡ്. അടുത്ത ചോദ്യം ഇവിടുന്ന് വന്നേ. തുകൽ, മഷി എന്നിവ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചു. ആൻസർ ചെയ്താ ടാനിക് ആസിഡ്. തുകൽ, മഷി എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ടാനിക് ആസിഡാ. കാർബോണിക് ആസിഡ് എന്തിനാ ഉപയോഗിക്കുന്നത്? യെസ്, കാർബോണിക് ആസിഡ്, സോഡ, പിന്നെന്താണ്? ശീതളപാനീയങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്നു. ശീതളപാനീയങ്ങളിലും പിന്നെന്താണ്? സോഡയിലുമൊക്കെ യൂസ് ചെയ്യുന്നതാണ് ആര്? കാർബോണിക് ആസിഡ്. ശീതളപാനീയങ്ങളിലും സോഡയിലുമൊക്കെ ആരെ യൂസ് ചെയ്യുന്നു? കാർബോണിക് ആസിഡ്. എളുപ്പമുള്ള മേഖല. മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ സൾഫ്യൂരിക് ആസിഡ്, തുകൽ, മഷി എന്നിവ നിർമ്മിക്കാൻ ടാനിക് ആസിഡ്. ഈസി. അടുത്തത് കുറച്ച് ബേസുകളും അവയുടെ ഉപയോഗങ്ങളുമാണ്. ഓർത്തുവെക്കുക. ബേസുകളും അവയുടെ ഉപയോഗങ്ങളും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അറിയാം. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയപ്പെടുന്ന ആളിലേക്ക് വന്നേക്കുന്നത് ഗ്ലാസ് നിർമ്മിക്കാനും മണ്ണിന്റെ അസിഡിറ്റി കുറയ്ക്കാനും. ഓർത്തുവെക്കുക. കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ വിളിക്കുന്ന പേര് കുമ്മായം എന്നാ കേട്ടോ. കുമ്മായം കേട്ടോ, കുമ്മായം. ചുണ്ണാമ്പ് വെള്ളമെന്നും വിളിക്കും.
എന്ത് വിളിക്കും? ചുണ്ണാമ്പ് വെള്ളം. അപ്പൊ ചുണ്ണാമ്പ് വെള്ളം അല്ലെങ്കിൽ കുമ്മായം, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഗ്ലാസ് നിർമ്മാണത്തിനും മണ്ണിന്റെ അസിഡിറ്റി കുറയ്ക്കാനും വേണ്ടി ഉപയോഗിക്കുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മുടെ എന്താണ് അലക്കുന്ന സോപ്പ് കേട്ടോ. അലക്കുന്ന സോപ്പിലാണ് ആരെ യൂസ് ചെയ്യുക? സോഡിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുക. പിന്നെ പേപ്പർ, റയോൺ എന്നിവ ഉപയോഗിക്കുന്നു കേട്ടോ. അലക്കുന്ന സോപ്പിലെ ആൽക്കലിയാണ് ഏത്? സോഡിയം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോഫ്റ്റ് സോപ്പ് എന്ന് വെച്ചാൽ കുളിക്കുന്ന സോപ്പ് കേട്ടോ. കുളിക്കുന്ന സോപ്പിനകത്താണ് ആരെ യൂസ് ചെയ്യുക? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ അടുത്ത അലുമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഒക്കെ മരുന്നുകളിലാണ്, പ്രത്യേകിച്ച് അസിഡിറ്റി കുറയ്ക്കുന്ന മരുന്നുകളിൽ. അസിഡിറ്റി കുറയ്ക്കുന്ന മരുന്നുകളിലാണ് അലുമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഒക്കെ ധാരാളം യൂസ് ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചോണേ. സോഡിയം ഹൈഡ്രോക്സൈഡിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? കാസ്റ്റിക് സോഡ. എന്തായിട്ട് അറിയപ്പെടുന്നു? കാസ്റ്റിക് സോഡ. ശ്രദ്ധിച്ചു വെച്ചോണേ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെ അറിയപ്പെടുന്ന പേരാണ് കാസ്റ്റിക് പൊട്ടാഷ്. സെറ്റാണല്ലോ. ഇനി അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഈ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? മിൽക്ക് ഓഫ് മാഗ്നീഷ്യ. മാഗ്നീഷ്യ. ഓക്കെ. ഇനി ആ കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? മിൽക്ക് ഓഫ് ലൈം. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം, മറക്കല്ലേ. അപ്പോൾ ഒന്ന് ഞാൻ പറയാം. മിൽക്ക് ഓഫ് ലൈം ആണ് എന്ത്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. മിൽക്ക് ഓഫ് മാഗ്നീഷ്യ ആണ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. പിന്നെ കാസ്റ്റിക് സോഡ എന്ന് വിളിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കുളിക്കുന്ന സോപ്പിലാണ് കോസ്റ്റിക് പൊട്ടാഷ് ഉപയോഗിക്കുക. അലക്കുന്ന സോപ്പിൽ കോസ്റ്റിക് സോഡയും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി രാസവസ്തുക്കളും ചേർക്കുന്ന പാനീയവും ഉപയോഗങ്ങളുമാണ്. നമുക്കറിയാം, നമ്മളിന്ന് കഴിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ ഒന്നും തന്നെ എന്താണ്? പൂർണ്ണമായിട്ടും ഫ്രഷ് അല്ല എന്ന് നമുക്കറിയാം. ഫ്രഷ് മീൻസ് രാസവസ്തുക്കൾ അടങ്ങാത്ത അല്ല എന്ന് നമുക്കറിയാം. എല്ലാത്തിലും എന്തടങ്ങിയിട്ടുണ്ട്? രാസപദാർത്ഥങ്ങൾ ചേർന്നിട്ടുണ്ട്, മായം കലർന്നിട്ടുണ്ട്. അപ്പോൾ പലതിലും മായം കലർത്തിയിരിക്കുന്ന നിറങ്ങൾ ലഭിക്കാനും മറ്റുമൊക്കെയാണ്. നമുക്കത് നോക്കാം. അതിൽ ആദ്യം തന്നെ പഠിക്കേണ്ട ഒരു രാസപദാർത്ഥമാണ് നമ്മുടെ ടാർട്രസിൻ. ഓക്കെ. ഇത് ഭക്ഷണപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ഭക്ഷണപദാർത്ഥങ്ങളിലും പാനീയങ്ങളിലും ഉപയോഗിക്കും. മഞ്ഞ നിറം നൽകാൻ വേണ്ടിയാ. പഠിച്ചു വെച്ചോണം. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് ലഡു ഒക്കെ ലഭിക്കുമ്പോൾ ആലോചിച്ചോടെ, ഭക്ഷണപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം ലഭിക്കാൻ വേണ്ടി ടാർട്രസിനാണ് ചേർത്തേക്കുന്നത്. ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം ലഭിക്കാൻ വേണ്ടി ആരെ യൂസ് ചെയ്യുന്നു? ടാർട്രസിൻ യൂസ് ചെയ്യുന്നു. ഇനി എറിത്രോസിനും ഭക്ഷണപദാർത്ഥങ്ങളിലും പാനീയങ്ങളിലും യൂസ് ചെയ്യും. ചുവപ്പ് നിറം നൽകാനാ. എറിത്രോസിൻ എന്ന് കേൾക്കുമ്പോഴേ ചുവപ്പ് കളർ മനസ്സിൽ വരണം. ടാർട്രസിൻ എന്ന് കേൾക്കുമ്പോഴേ മഞ്ഞ നിറം മനസ്സിൽ വരണം. അടുത്ത എളുപ്പ ഇൻഡിഗോ കാർമൈൻ. എന്താണ്? ഇൻഡിഗോ കാർമൈൻ ഭക്ഷ്യപദാർത്ഥങ്ങളിലും പാനീയങ്ങളിലും യൂസ് ചെയ്യും. നീല നിറം ലഭിക്കാനാ. ഈ ഇൻഡിഗോ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ബ്ലൂ കളർ വരില്ലേ? വരും. അടുത്ത വാനിലിൻ. അത് ഒരുപാട് ഉപയോഗിക്കുന്നത് നമ്മളല്ലേ. വാനിലിൻ ഭക്ഷണപദാർത്ഥങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ്. എന്താണ്? രുചി കൂട്ടാൻ വേണ്ടിയാ. വാനിലിൻ യൂസ് ചെയ്യുന്നത് എന്തിനാ? രുചി നൽകാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തയാണ് ഫോസ്ഫോറിക് ആസിഡ്. അത് നമുക്കറിയാം, കൃത്രിമ പാനീയങ്ങളിലെല്ലാം തന്നെ പുളിരുചി ലഭിക്കാൻ വേണ്ടി ഫോസ്ഫോറിക് ആസിഡ് ചേർക്കുന്നത്. അടുത്ത അലൈൽ ഹെക്സാസൈനേറ്റ്. പേര് പഠിച്ചേ. അലൈൽ ഹെക്സാസൈനേറ്റ് നല്ല പൈനാപ്പിളിന്റെ സുഗന്ധം നൽകാൻ വേണ്ടി ചേർക്കുന്ന മറ്റൊരു രാസപദാർത്ഥമാണ് കേട്ടോ. ഇപ്പൊ രണ്ടെണ്ണം പഠിച്ചു. പൈനാപ്പിളിന്റെ സുഗന്ധം നൽകുന്നത് അലൈൽ ഹെക്സാസൈനേറ്റ് കൊടുത്താലും പൈനാപ്പിളിന് എന്ത് കിട്ടും? ഭക്ഷണപദാർത്ഥത്തിന് എന്ത് കിട്ടും? പൈനാപ്പിളിന്റെ ഗന്ധം കിട്ടും. അടുത്ത സോഡിയം ബെൻസോയേറ്റ്. സോസ്, സാലഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവയിലൊക്കെ ഈസ്റ്റ് പൂപ്പലൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സോസുകളുണ്ട്, പിന്നെ സാലഡ് ഉണ്ട്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട്. സാലഡൊക്കെ പാക്കറ്റ് സാലഡ് വാങ്ങിക്കാറില്ലേ? സോസുകൾ വാങ്ങിക്കാറില്ലേ? സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിക്കാറില്ലേ? അപ്പോൾ ആ ശീതളപാനീയങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിലൊന്നും ഈസ്റ്റും പൂപ്പലും ഒന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടി ആരെ ചേർക്കും? സോഡിയം ബെൻസോയേറ്റ് ചേർക്കും. നമ്മുടെ വീട്ടിൽ അരിയൊക്കെ വാങ്ങിക്കുമ്പോൾ അരിക്കകത്ത് ആരുണ്ട്? സോഡിയം ബെൻസോയേറ്റ് ഉണ്ട്. ഭക്ഷ്യധാന്യങ്ങൾ കേടാവാതിരിക്കാൻ വേണ്ടിയാണ് സോഡിയം ബെൻസോയേറ്റ് സാധാരണ യൂസ് ചെയ്യുക. സോർബിക് ആസിഡ് ചീസ്, കേക്ക്, സാലഡിലൊന്നും പൂപ്പൽ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സോർബിക് ആസിഡ് ചേർക്കുക. അപ്പോൾ ചീസ് ഇതെല്ലാം വിഷമാണ് കേട്ടോ. ഇതെല്ലാം വിഷമാണ്. നമ്മൾ എന്ത് ഈസി ആയിട്ട് പറയുന്നു. ചീസ്, കേക്ക്, സാലഡ് തുടങ്ങിയവയിൽ പൂപ്പൽ ബാധിക്കാതിരിക്കാൻ സോർബിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ടെക്സ്റ്റ് ബുക്കാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന മേഖല. ജസ്റ്റ് രസാന്തരം നിത്യജീവിതത്തിൽ ചോദിക്കാമല്ലോ എന്ന് കരുതിയെടുത്ത മേഖലയാണ്. സെറ്റ്. അടുത്ത ഹൈഡ്രജനും ഓക്സിജനും പറയാതെ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം.
പീരിയോഡിക് ടേബിളിനെ കുറിച്ച് ചോദ്യങ്ങൾ പറഞ്ഞു, ആറ്റത്തെക്കുറിച്ച് ചോദ്യങ്ങൾ പറഞ്ഞു, അതോടൊപ്പം തന്നെ എന്തും പറഞ്ഞു, ലോഹങ്ങളും അയിരുകളും ധാതുക്കളും എന്ന ഭാഗത്തെക്കുറിച്ച് ചോദ്യങ്ങൾ പറഞ്ഞു, രസാന്തരം നിത്യജീവിതത്തിൽ പറഞ്ഞു. പിന്നെ ആരെ പറയണം? ഹൈഡ്രജനും ഓക്സിജനും പറയാതെ പോകാൻ പറ്റുമോ? ഇല്ല. യെസ്, പറയാൻ പോകുന്നു ഹൈഡ്രജനും ഓക്സിജനും. അല്ല, ആദ്യം ഹൈഡ്രജൻ എടുക്കുന്നു. പുസ്തകത്തിലെ പോയിന്റുകൾ മാത്രമാണ് പറയുന്നത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ഓക്കെ ആണ്. പിന്നെ സൂര്യനിലെ മറ്റു നക്ഷത്രങ്ങളിലെ മുഖ്യ ഘടകമാരാ? ഹൈഡ്രജൻ. കണ്ടാ, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ ആണ്. സൂര്യനിലെ മറ്റു നക്ഷത്രങ്ങളിലെ മുഖ്യ ഘടകമാരാ? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിൽ വളരെ ചെറിയ അളവിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നു. അന്തരീക്ഷ വായുവിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട്, അതും സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നു. ഈ മൂന്നിടത്ത് ഹൈഡ്രജന്റെ സാന്നിധ്യം ഉള്ളത് കേട്ടോ. ഇവിടെയൊക്കെ പ്രപഞ്ചം, സൂര്യൻ, മറ്റു നക്ഷത്രങ്ങള്, പിന്നെ അന്തരീക്ഷം. ഈ അടുത്ത് അന്തരീക്ഷത്തിൽ പൊടിക്കുള്ളൂ കേട്ടോ. അത്രയും ഭാഗത്താണ് ഹൈഡ്രജന്റെ സാന്നിധ്യം ഉള്ളത്. എന്ന് വെച്ചാൽ ഇവിടെ ഇല്ല, നമ്മുടെ ചുറ്റുപാടും ഹൈഡ്രജൻ വാതക രൂപത്തിലില്ല. അത് അല്ലേ തന്നെ നമുക്കറിയാം, ഒരു ഹൈഡ്രജൻ ബലൂണിനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുമോ? ഇല്ല, മുകളിലേക്ക് പോകുന്നത് നമുക്കറിയാം. ഹൈഡ്രജൻ ഇവിടെ സ്വതന്ത്രാവസ്ഥയിലില്ല. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ആസിഡുകളിലും മറ്റു പദാർത്ഥങ്ങളിലും ഒക്കെ ആരുണ്ട്? ഹൈഡ്രജന്റെ സാന്നിധ്യമുണ്ട്. സംയുക്ത രൂപത്തിൽ ഹൈഡ്രജൻ ഉണ്ട്, വാതക രൂപത്തിലില്ല. ഹൈഡ്രജൻ ഇതൊക്കെ നമുക്ക് പൂരിപ്പിച്ചാലോ? അറ്റോമിക് നമ്പർ എത്ര ഹൈഡ്രജന്റെ? 1. മാസ് നമ്പർ എത്രയാ? 1. ഇലക്ട്രോണുകളുടെ എണ്ണം ഒരെണ്ണേ ഉള്ളൂ അല്ലേ? അറ്റോമിക് നമ്പർ 1 ആണെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ്. പ്രോട്ടോണോ? 1. ന്യൂട്രോണുകളുടെ എണ്ണം എന്ത് ചെയ്യണം? മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറയ്ക്കണം. മാസ് നമ്പർ എത്രയാ? 1 - 1. അറ്റോമിക് നമ്പർ ചെയ്തപ്പോൾ എത്ര കിട്ടി? 0 കിട്ടി. അപ്പോൾ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. അപ്പൊ എന്ത് മനസ്സിലായി? അറ്റോമിക് നമ്പറും മാസ് നമ്പറും തുല്യമായ മൂലകമാണ് ഹൈഡ്രജൻ. ജലത്തിലെ ലയത്വം, ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുമോ? ഇല്ല, ലയിക്കില്ല. ജലത്തിൽ ആര് ലയിക്കില്ല? ഹൈഡ്രജൻ വാതകം ലയിക്കില്ല. ഐസോട്ടോപ്പുകൾ ഏതൊക്കെയുണ്ട്? H11 എന്ന് പറയുന്ന പ്രോട്ടിയം ഉണ്ട്, H12 എന്ന് പറയുന്ന ഡ്യൂട്ടീരിയം ഉണ്ട്, H13 എന്ന് പറയുന്ന ട്രിഷ്യം ഉണ്ട്. നമ്മൾ പരിചയപ്പെട്ടായിരുന്നു അല്ലേ? ഇവരെല്ലാം ഓർത്തു വെച്ചു. ഇനി അടുത്തത് പരീക്ഷണശാലയിലെ ഹൈഡ്രജന്റെ നിർമ്മാണം. ഇദ്ദേഹത്തെ ഓർമ്മയുണ്ടോ? ഹെൻറി കാവൻഡിഷ്. ഓർത്ത് വെച്ചുക, ഹൈഡ്രജൻ കണ്ടെത്തിയ ആളാണ് ആര്? ഹെൻറി കാവൻഡിഷ്. ഓക്കെ, ഹെൻറി കാവൻഡിഷ്. നമുക്ക് നോക്കാം. 1766 വർഷം നോക്കിയോ. 1766 ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഓക്കെ, അദ്ദേഹം എന്താ വിളിച്ചെന്നറിയാമോ? കത്തുന്ന വായു, ഫ്ലെയിമബിൾ എയർ, ഇൻഫ്ലൈമബിൾ എയർ, കത്തുന്ന വായു എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഹൈഡ്രജനെ കണ്ടെത്തിയ ശേഷം ഹെൻറി കാവൻഡിഷ് വിളിച്ച പേരെന്താ? കത്തുന്ന വായു എന്നാണ്. ഓക്കെ, ഇനി ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം നോക്കിയാലോ? യെസ്, നോക്കാം. ജലമുണ്ടാക്കുന്നത്. ചോദ്യമാണ്. ജലമുണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഹൈഡ്രോജീനിയസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹൈഡ്രജന് പേര് ലഭിച്ചത്. ഓക്കെ, ഓർത്ത് വെച്ചേക്ക. ജലമുണ്ടാക്കുന്ന അർത്ഥം വരുന്ന ഹൈഡ്രോജീനിയസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആന്റോണിയോ ലാവോസിയർ ഹൈഡ്രജന് പേര് കൊടുത്തത്. ഹൈഡ്രജന് പേര് കൊടുത്തയാരാ? ആന്റോണിയോ ലാവോസിയർ. ഏത് ഭാഷയിൽ നിന്ന്? ഗ്രീക്ക് ഭാഷയിൽ നിന്ന്. ഏത് വേടിൽ നിന്ന്? ഹൈഡ്രോജീനിയസ് എന്ന വേടിൽ നിന്ന്. എന്താ അർത്ഥം? ജലമുണ്ടാക്കുന്നത്. സെറ്റ്. ഇനി നമുക്ക് ചിത്രത്തിൽ കാണുന്ന പോലെ ഉപകരണങ്ങളൊക്കെ എന്താണ് ഘടിപ്പിക്കണം? 2 പേരെ എടുക്കണം. ആരെയൊക്കെ അറിയാമോ? ടെസ്റ്റ് ട്യൂബിൽ 5 ml ഹൈഡ്രോക്ലോറിക് ആസിഡും അല്പം സിങ്ക് തരികളും വേണം. എന്നിട്ടൊരു പരീക്ഷണം ചെയ്യാം. ആരാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിവുള്ള കാര്യമാണ്. ആരൊക്കെ എടുക്കാണ് പ്രവർത്തനം? സിങ്ക് എടുക്കുന്നു, ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുന്നു. ആരുണ്ടാകും? സിങ്കും ക്ലോറിനും ചേർന്ന് സിങ്ക് ക്ലോറൈഡ് അവിടെ ഫോം ചെയ്യും. പിന്നെ ആരാ? യെസ്, ഹൈഡ്രജൻ ഗ്യാസ് അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യും. ആര് പ്രൊഡ്യൂസ് ചെയ്യും? ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓർത്ത് വെച്ചേക്ക്, സിങ്കും ക്ലോറിനും ചേർന്ന് സിങ്ക് ക്ലോറൈഡ് അവിടെ ഫോം ചെയ്യും. പിന്നെ അവിടെ ഉണ്ടാകുന്ന ആരാ? ഹൈഡ്രജൻ ആണെന്ന് ഓർത്ത് വെച്ചേക്ക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വ്യാവസായികമായിട്ട് ഹൈഡ്രജൻ നിർമ്മിക്കുന്നത് ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം വഴിയാണ്. ജലം എടുക്കുന്നു, ജലത്തിൽ കൂടെ വൈദ്യുതിയെ കടത്തിവിടുന്നു, ഹൈഡ്രജനും ഓക്സിജനും വേർതിരിക്കുന്നു. അപ്പൊ ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം വഴി ഹൈഡ്രജനെ നിർമ്മിക്കാം, ഓക്സിജനെ നിർമ്മിക്കാം. ഈസി. അപ്പോ അത് നമ്മൾ പഠിച്ചു. ഇവിടുന്ന് ഒരു ചോദ്യം ഉണ്ട്. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയാശീലത കൂടിയ ലോഹവും ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുകയാണ് കേട്ടോ. ഇനി അടുത്തത് ഹൈഡ്രജന്റെ ഗുണങ്ങൾ. മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഹൈഡ്രജന്റെ നിറമുണ്ടോ? ഇല്ല. മണമുണ്ടോ? ഇല്ല. നിറവും മണവും ഇല്ല. ജലത്തിലേക്കോ? ജലത്തിലേക്കില്ല. ഓക്കെ, വായുവിനേക്കാൾ സാന്ദ്രത കുറവാ. സാന്ദ്രത കുറഞ്ഞ മൂലകമാണല്ലോ, ഭാരം കുറഞ്ഞ മൂലകമാണല്ലോ ഹൈഡ്രജൻ. അപ്പൊ സാന്ദ്രതയും കുറവാണ്. ഹൈഡ്രജൻ എപ്പോഴും ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഹൈഡ്രജൻ ഒറ്റയ്ക്ക് നിലനിൽക്കാൻ സാധ്യമല്ല. 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടി ചേർന്ന് ഹൈഡ്രജൻ തന്മാത്ര രൂപത്തിലാണ് ഹൈഡ്രജൻ കാണപ്പെടുക. അതിനെ ദ്വയാറ്റോമിക തന്മാത്ര എന്നാണ് അറിയപ്പെടുക. ഹൈഡ്രജൻ കത്തുന്ന എങ്ങനെയാ? പോപ്പ് എന്ന ശബ്ദത്തോടുകൂടി. പോപ്പ് എന്ന ശബ്ദത്തോടുകൂടി കത്തുന്ന വാതകമാണ് ആര്? ഹൈഡ്രജൻ. ഓക്കെ അല്ലേ? ഇനി ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട രാസപ്രവർത്തനങ്ങൾ. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തിയാൽ ആരുണ്ടാവും? ജലം. ജലം ഉണ്ടാകും കേട്ടോ. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തിയാൽ
ജലം ഉണ്ടാകുന്നു. അതെ, ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തിയിട്ട് ജലം ഉണ്ടായത് കണ്ടോ. ജലവും ഉണ്ടാകുന്നുണ്ട്, താപം പുറത്തേക്ക് പോകുന്നുണ്ട്, താപമോചക രാസപ്രവർത്തനമാണ്. ഇനി സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായി സംയോജിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നു. കണ്ട, ഹൈഡ്രജൻ ക്ലോറിനുമായിട്ട് ചേർന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവും. ഇവിടെ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായി കലർന്നാൽ ആരുണ്ടാവും? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫോം ചെയ്യും. സെറ്റാണല്ലോ? ഓക്കെ. ഇനി അടുത്ത ഏതാണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന രാസപ്രവർത്തനം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഹൈഡ്രജൻ ക്ലോറിനുമായിട്ട് ചേർന്ന് സംയോജിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് മാറുന്നു. രണ്ട് മൂലകങ്ങൾ സംയോജിച്ച് അല്ലെങ്കിൽ രണ്ടിലധികം മൂലകങ്ങൾ സംയോജിച്ചിട്ട് ഒരു സംയുക്തമായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അതെന്താ? സംയോജന രാസപ്രവർത്തനം. ഒക്കെയാണ് കോമ്പിനേഷൻ റിയാക്ഷൻ, അതായത് സംയോജന രാസപ്രവർത്തനമാണ് ഉണ്ടാകുന്നത് കേട്ടോ. ആദേശമല്ല, വിഘടനമല്ല. അത് എളുപ്പമാണ്. ഇനി ഹൈഡ്രജന്റെ ഉപയോഗങ്ങൾ അമോണിയ നിർമ്മിക്കാൻ ഉപയോഗിക്കും കേട്ടോ. മെഥനോൾ, CH3OH എന്ന് വിളിക്കുന്ന മെഥനോൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പൊ അമോണിയയും മെഥനോളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മൂലകമാണ് ഹൈഡ്രജൻ. ഇന്ധനമായി യൂസ് ചെയ്യുന്നുണ്ട്. ഭാവിയുടെ ഇന്ധനമാണ് ഹൈഡ്രജൻ. ഭാവിയിൽ നമ്മൾ ഹൈഡ്രജൻ ഇന്ധനമായിട്ട് യൂസ് ചെയ്യും കേട്ടോ. വനസ്പതി പോലെയുള്ള പൂരിത എണ്ണകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. സാച്ചുറേറ്റഡ് ഓയിൽസ് ആയിട്ടുള്ള വനസ്പതിയൊക്കെ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. വനസ്പതി നെയ്യുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ. വനസ്പതി നെയ്യുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് നിക്കൽ. ഇനി ലോഹ ഓക്സൈഡിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ ഹൈഡ്രജനെ നിരോക്സികാരിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ലോഹത്തിന്റെ ഒരു ഓക്സൈഡ് കിട്ടി, ഇത് ലോഹത്തെ വേർതിരിക്കണം. അപ്പോൾ നിരോക്സികാരിയായിട്ട് ആരെ യൂസ് ചെയ്യാം? ഓക്സിജനെ ഓടിച്ചുവിടാൻ വേണ്ടി ആരെ യൂസ് ചെയ്യാം? ഹൈഡ്രജനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലോഹ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ ലോഹ ഓക്സൈഡിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ ഹൈഡ്രജനെ നിരോക്സികാരിയായിട്ട് യൂസ് ചെയ്യാം. ഇനി ഹൈഡ്രജൻ ഒരു ഇന്ധനം. നമുക്ക് നോക്കാം. നിങ്ങൾ കലോറിഫിക് വാല്യൂ നേരിട്ടില്ലേ? കലോറിക മൂല്യം എന്താ നോക്കിയാലോ? ഒരു ഇന്ധനത്തിന്റെ 1 യൂണിറ്റ് മാസ് പൂർണ്ണമായും ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജത്തിന് ആ ഇന്ധനത്തിന്റെ കലോറിക മൂല്യം എന്ന് പറയാം. 1 യൂണിറ്റ് ഇന്ധനം പൂർണ്ണമായും ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കത്തുന്നു. അവിടുന്ന് സ്വതന്ത്രമാകുന്ന ആരുടെ അളവാണ്? താപത്തിന്റെ അളവിനെ വിളിക്കുന്ന, താപോർജ്ജത്തിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് കലോറിഫിക് വാല്യൂ. സെറ്റ് അല്ലേ? അപ്പൊ കലോറിക മൂല്യം ഒന്ന് കണ്ടാലോ? അതെ, ചില ഇന്ധനങ്ങളുടെ കലോറിക മൂല്യം കൊടുത്തേക്കുന്നു. ഇന്ധനങ്ങളും ജ്വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജവുമാണ് കിലോഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഇവിടെ തന്നേക്കുന്ന ഹൈഡ്രജൻ, മീഥേൻ, പെട്രോൾ, കൽക്കരി, എഥനോള്, മെഥനോള്, കാർബോഹൈഡ്രേറ്റുകൾ, ഇങ്ങനെ അതിൻ്റെ കാർബോഹൈഡ്രേറ്റ് കൊടുത്തേ, കാർബോഹൈഡ്രേറ്റുകൾ, കാർബൺ മോണോക്സൈഡ്, ഇത്രയും വരുമുണ്ട്. കലോറിക മൂല്യം ഏറ്റവും കുറവാർക്കാ? കാർബൺ മോണോക്സൈഡിനാണ് അല്ലേ? യെസ്, കുറഞ്ഞ ഇന്ധനം കാർബൺ മോണോക്സൈഡാണ്. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏതാ തന്നിരിക്കുന്നതിൽ? ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ വായുവിൽ ജ്വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നം മുമ്പേ പഠിച്ചു, ജലം. ഓക്കെ, അപ്പോൾ എന്ത് മനസ്സിലായി? കലോറിക മൂല്യം, അതായത് മൈലേജ് കൂടുതലാർക്കാ? കലോറിക മൂല്യം കൂടുതൽ ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ കത്തിക്കഴിഞ്ഞാൽ ആരുണ്ടാവും? ജലം ഉണ്ടാവും. അപ്പോൾ വലിയ മലിനീകരണം ഒന്നുമില്ല, നല്ലൊരു ഇന്ധനമാണെന്ന് അർത്ഥം. ഹൈഡ്രജൻ ഒരു ഇന്ധനമായി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള മേന്മകൾ എന്താണ്? ഹൈഡ്രജൻ വായുവിൽ ജ്വലിക്കുന്നതിന്റെ ഫലമായിട്ട് ജലം മാത്രം ഉണ്ടാകുന്നതിനാൽ മലിനീകരണ സാധ്യത വളരെ കുറവാണ്. അല്ലേടേ? ആണ്. അപ്പോൾ ഉയർന്ന കലോറിക മൂല്യം ഉണ്ട്. ഇത്രയും ഉണ്ടായിട്ട് എന്താ ഈ ഹൈഡ്രജൻ നമ്മൾ ഉപയോഗിക്കാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചില്ലേ? യെസ്, അതെ. ഈ മേന്മകൾ ഉണ്ടായിട്ട് ഹൈഡ്രജൻ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നില്ല. ചില പരിമിതികളൊക്കെ ഉണ്ട് പുള്ളിക്ക്. എന്താ അറിയാമോ? ഹൈഡ്രജൻ സ്ഫോടനത്തോടെ കത്തുന്ന വാതകമാണ്. ആ പ്രശ്നം. ഹൈഡ്രജൻ എന്തേ സ്ഫോടനത്തോടെ കത്തുന്ന വാതകമാണ്. പിന്നെ സംഭരിച്ച് വെക്കുന്നതിനും വിതരണം ചെയ്യുന്നതും പ്രയാസമാണ്. ഭാവിയിൽ നമ്മൾ അതൊക്കെ കണ്ടുപിടിക്കും കേട്ടോ, മാറും. ഹൈഡ്രജൻ ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള മേന്മകൾ എന്തെല്ലാമാണെന്നാണ് പറയാൻ പോകുന്നത്. ഹൈഡ്രജൻ വായുവിൽ ജ്വലിച്ചിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടാകുന്നത്? ജലം മാത്രം ഉണ്ടാകുന്നതിനാൽ മലിനീകരണ സാധ്യത വളരെ കുറവാണ്. മലിനീകരണ സാധ്യത എന്താണ്? വളരെ കുറവാണ്. പക്ഷെ ഉയർന്ന കലോറിക മൂല്യമുണ്ട്. പുള്ളിക്ക് എന്തുണ്ട്? ഉയർന്ന കലോറിക മൂല്യമുണ്ട്. അപ്പൊ നല്ലൊരു ഇന്ധനമായിട്ട് യൂസ് ചെയ്തൂടെ? അല്ലെ? നല്ല ഇന്ധനമായിട്ട് യൂസ് ചെയ്യാം. കാരണം എന്താണ്? പുള്ളിക്കാണെങ്കിൽ ജ്വലിച്ചു കഴിഞ്ഞാൽ ഈ കാർബൺ മോണോക്സൈഡ് പോലുള്ള വിഷവാതകങ്ങളൊന്നും പുറത്തേക്ക് വരില്ല. ഹൈഡ്രജൻ ജ്വലിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്ന ആരാ? ജലമാണ്. ജലം വലിയ മലിനീകരണം ഉണ്ടാക്കുമോ? ഇല്ല. മലിനീകരണ സാധ്യത വളരെ കുറവാണ്. കലോറിക മൂല്യം, ഉയർന്ന കലോറിക മൂല്യം ഉണ്ട്. ഇത്രയും മേന്മ ഉണ്ടായിട്ട് ഹൈഡ്രജൻ എന്താ ഉപയോഗിക്കാത്തത് നിങ്ങൾ ചിന്തിച്ചില്ലേ? യെസ്, കാരണമുണ്ട്. ഈ മേന്മകൾ ഉണ്ടായിട്ട് ഹൈഡ്രജൻ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നില്ല. കാരണം ചില പരിമിതികളൊക്കെ ഉണ്ട് പുള്ളിക്ക്. എന്താ നോക്കാം. സ്ഫോടനത്തോടെ കത്തുന്ന വാതകമാണ് ആര്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ സ്ഫോടനത്തോടെ കത്തുന്ന വാതകമാണ്.
പിന്നെ സംഭരിച്ചു വെക്കുന്നതിനും വിതരണം ചെയ്യുന്നതൊക്കെ പ്രയാസമാണ്. ഓക്കെ, അപ്പൊ സംഭരിച്ചു വെക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനൊക്കെ പ്രയാസമുള്ളതും കൂടിയാണ് ആര്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പരിമിതികളൊക്കെ മറികടന്നാൽ ഹൈഡ്രജൻ സാർവത്രിക ഇന്ധനമായിട്ട് അങ്ങ് മാറും. ഭാവിയിൽ നമ്മൾ ആരെ യൂസ് ചെയ്യും? ഹൈഡ്രജനെ യൂസ് ചെയ്യും. ഭാവിയുടെ ഇന്ധനമാണ് ഹൈഡ്രജൻ. ഹരിത ഇന്ധനമാണ് ആര്? ഹൈഡ്രജൻ. ഫോസിൽ ഇന്ധനങ്ങളുടെ ലഭ്യതക്കുറവ്, പരിസര മലിനീകരണം, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇതിലൂടെ കഴിയുന്നതാണ് കേട്ടോ. നമുക്കറിയാം മലിനീകരണം വളരെ കുറവാണ് ഹൈഡ്രജന്. പിന്നെ അതോടൊപ്പം തന്നെ എന്താണ്, ഫോസിൽ ഇന്ധനങ്ങളുടെ ലഭ്യതക്കുറവ് വരുന്നുണ്ട്. ഈ പെട്രോളും ഡീസലും ഒക്കെ ഭാവിയിൽ ഉണ്ടാവുമോ? തീർന്നു പോയിക്കൊണ്ടിരിക്കുക അല്ലേ? അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആരെ യൂസ് ചെയ്യും? ഭാവിയിൽ ഹൈഡ്രജനെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഫ്യൂൽ ഓഫ് ഫ്യൂച്ചർ ആണ് ആര്? ഹൈഡ്രജൻ. സെറ്റ്. ഇനി അടുത്ത ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുടെ പുസ്തകത്തിലുണ്ട്, ചുമ്മാ ഒന്ന് വായിച്ചു വിടാം. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. കണ്ടോ, കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. അതിനാൽ ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ ഉയർന്നു പൊങ്ങും. ഞാൻ പറഞ്ഞില്ലേ, പിടിവിട്ടാൽ ബലൂണുകൾ ഉയർന്നു പൊങ്ങും. പിന്നെ റോക്കറ്റുകളിൽ ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളും ഇന്ന് നിലവിലുണ്ട്. 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലെ പരീക്ഷണാർത്ഥം ഒരു ഹൈഡ്രജൻ ബസ് നിരത്തിലിറങ്ങി കഴിഞ്ഞു. 2023 ഹൈഡ്രജൻ ബസ് പരീക്ഷണാർത്ഥം എന്ത് ചെയ്യുന്നത്? ന്യൂഡൽഹിയിൽ പുറത്തേക്ക് വന്നിരിക്കുന്നത്. പിന്നെ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന പദത്തിന്റെ അർത്ഥം. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ ജലം ഉണ്ടാകും. ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനെയും ഓക്സിജനെയും നിർമ്മിക്കാൻ ഭാവിയുടെ ഊർജ്ജ വാഗ്ദാനമാണ് ആര്? ഹൈഡ്രജൻ. എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, അറിവുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇനി അടുത്തത് ഓക്സിജൻ. ഓക്സിജനെ പറയാതെ പോകാൻ പറ്റില്ലല്ലോ. യെസ്, ഓക്സിജനെ പറയാം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ എന്താണ്? ഭൗമോപരിതലത്തിലെ എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള വാതകമാണ് പ്രാണവായു എന്നറിയപ്പെടുന്ന ഓക്സിജൻ. അപ്പൊ ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ വാതകമാണ് പ്രാണവായു എന്നറിയപ്പെടുന്ന ആരാണ്? ഓക്സിജൻ. ഓക്കെ, അന്തരീക്ഷവായു, ജലം, ധാതുക്കൾ, ജീവജാലങ്ങൾ എന്നിവയിലെല്ലാം ഓക്സിജൻ സ്വതന്ത്രാവസ്ഥയിലും സംയുക്താവസ്ഥയിലും ഒക്കെ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടും സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട്. ചില പദാർത്ഥങ്ങളിൽ സംയുക്താവസ്ഥയിൽ ആരെ കാണപ്പെടുന്നുണ്ട്? നമ്മുടെ ഓക്സിജനെ കാണപ്പെടുന്നുണ്ട്. ഓക്സിജനെ നിർമ്മിച്ചാലോ? ഓക്സിജനെ നിർമ്മിക്കാമേ. അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം? യെസ്, ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ എടുക്കുന്നത്. ആരെ എടുക്കുന്നത്? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. നോക്ക്, പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ നമ്മൾ എടുത്തിരിക്കുകയാണ് ബോയിലിംഗ് ട്യൂബിനകത്ത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് നിറച്ച ശേഷം നമ്മൾ അതിനെ ചൂടാക്കുക. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തന്നെ ചൂടാക്കുന്നുണ്ടോ? പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കുന്നു. അതിനുശേഷം ഒരു എരിയുന്ന തീപ്പട്ടിക്കൊള്ളി അതിന്റെ മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യെസ്, കത്തും. കാരണം കത്താൻ സഹായിക്കുന്ന ഒരു വാതകം അവിടെ വരുന്നില്ലേ? ഓക്കെ, ഉണ്ട്. നോക്കാം നമുക്ക്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4 ചൂടാക്കുന്നു, താപം കൊടുക്കുന്നു. അപ്പൊ K2MnO4 എന്ന് പറയപ്പെടുന്ന പൊട്ടാസ്യം മാംഗനേറ്റ് രൂപപ്പെടുന്നു. മാംഗനീസ് ഓക്സിജൻ ഉണ്ട്, ഒപ്പം ആരും ഉണ്ടാവുന്നു? ഓക്സിജൻ ഉണ്ടാവുന്നു. അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കിയാണ് ലാബുകളിൽ ആരെ നിർമ്മിച്ചെടുക്കുക? ഓക്സിജനെ നിർമ്മിച്ചെടുക്കാം. സെറ്റ്. ഇനി നമുക്ക് ആ ബോക്സ് പൂരിപ്പിക്കാം. നിറമുണ്ടോ ഓക്സിജന്? നിറമില്ല. ഗന്ധമുണ്ടോ? ഗന്ധവും ഇല്ല. ജലത്തിലെ ലയത്വം, ജലത്തിൽ ലയിക്കുന്നു. ജ്വലന സ്വഭാവം, കത്താൻ സഹായിക്കുന്നു. ജലത്തിൽ ലയിക്കുന്ന ആളാരാ? ഓക്സിജൻ. ജലത്തിൽ ലയിക്കാതിരിക്കുന്ന ആരാ? ഹൈഡ്രജൻ. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ജലത്തിൽ ലയിക്കുന്നുണ്ടേ ഓക്സിജൻ. ഞാൻ അടുത്തത് കണ്ടുപിടിക്കാം. 1774 ജോസഫ് പ്രീസ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് ഓക്സിജനെ കണ്ടുപിടിച്ചത്. കണ്ടോ, ജോസഫ് പ്രീസ്ലി എന്ന ശാസ്ത്രജ്ഞൻ. കണ്ടോ, അദ്ദേഹമാണ്. ജോസഫ് പ്രീസ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് ഓക്സിജനെ കണ്ടെത്തിയത്. ശ്രദ്ധിക്കുക. എന്നാൽ ഓക്സിജന് പേര് നൽകിയത് ആന്റോണിയോ ലാവോസി എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന ഓക്സിജീനിയസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഓക്സിജന് പേര് സ്വീകരിച്ചത്. അപ്പൊ ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന ഓക്സിജീനിയസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഓക്സിജന് പേര് ലഭിച്ചത്. ഓക്കെ അല്ലേ? വ്യാവസായികമായിട്ട് ഓക്സിജൻ നിർമ്മിക്കുന്നത് ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം വഴിയാണ്. നമ്മൾ പറഞ്ഞു, ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം വഴിയാണ് ഹൈഡ്രജൻ നിർമ്മിക്കുന്നത്. ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം വഴിയാണ് ഓക്സിജൻ നിർമ്മിക്കുന്നത്. കാരണം ജലത്തെ വൈദ്യുത വിശ്ലേഷണം വിധേയമായി കഴിഞ്ഞാൽ ഹൈഡ്രജനും കിട്ടും, ഓക്സിജനും കിട്ടും. രണ്ടും നിർമ്മിച്ചുകൂടെ? രണ്ടും നിർമ്മിക്കാൻ പറ്റും. ഇനി അടുത്ത ഓക്സിജന്റെ രാസഗുണങ്ങളിലോട്ട് കടക്കാൻ പോവാണ്. ഓക്സിജൻ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമോ? പ്രവർത്തിക്കും. നമ്മൾ പഠിച്ചിരുന്നു. അലോഹങ്ങളുമായും പ്രവർത്തിക്കുമോ? അലോഹങ്ങളുമായും പ്രവർത്തിക്കും. എന്നിട്ട് എന്തുണ്ടാക്കും? അവയുടെ ഓക്സൈഡുകൾ ഉണ്ടാക്കും. അപ്പൊ ഓക്സിജൻ ലോഹങ്ങളുമായും അലോഹങ്ങളുമായും പ്രവർത്തിച്ച് അവയുടെ ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നു. ഓക്കെ, ഇനി കാർബൺ, ഹൈഡ്രജൻ തുടങ്ങിയ
അലോഹങ്ങളുമായി ഓക്സിജൻ പ്രവർത്തിക്കുമ്പോൾ യഥാക്രമം കാർബണുമായി പ്രവർത്തിച്ച് എന്തുണ്ടാകും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. പിന്നെ ഹൈഡ്രജനും ഓക്സിജനുമായി പ്രവർത്തിച്ച് എന്തുണ്ടാകും? യെസ്, ജലവും ഉണ്ടാകുന്നതാണ്. ആരുണ്ടാകും? ജലവും ഉണ്ടാകുന്നതാണെന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. എന്തുണ്ടാകുന്നു? ജലവും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കാർബൺ, ഹൈഡ്രജൻ മുതലായവ അലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ യഥാക്രമം കാർബൺ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ ഹൈഡ്രജൻ ആണെങ്കിൽ ജലവും ഉണ്ടാക്കുന്നു. ഇനി വിവിധ ലോഹങ്ങളുമായി ഓക്സിജൻ പ്രവർത്തിക്കുമ്പോൾ കാലക്രമേണ അവയുടെ തിളക്കം നഷ്ടപ്പെടുന്നു. അതെ, നമ്മുടെ അലൂമിനിയം ഇല്ലേ, അലൂമിനിയം ഒക്കെ നമ്മൾ തുടങ്ങിയപ്പം അലൂമിനിയം പാത്രമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെക്കുന്ന സമയത്തുള്ള നിറമാണോ? കുറച്ചു കാലം കഴിയുമ്പോൾ അലൂമിനിയം പാത്രത്തിന്റെ നിറം അല്ല. അപ്പൊ അലൂമിനിയം ഒക്കെ പറയുന്നത് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ട് എന്താവും? തിളക്കം നഷ്ടപ്പെടുന്നവയാണ്. ഇനി ഓക്സിജന്റെ ഉപയോഗങ്ങൾ: ജ്വലന സഹായിയ, കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, റോക്കറ്റ് ഇന്ധനങ്ങളിൽ എന്തായിട്ട് യൂസ് ചെയ്യുന്നു? ഓക്സികാരിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കൃത്രിമ ശ്വസനത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കൃത്രിമ ശ്വസനത്തിന് യൂസ് ചെയ്യുന്ന ആളുടെ പേര് കാർബോജൻ. എന്താ ഉപയോഗിക്കുന്നത്? കാർബോജൻ. ഈ കാർബോജനകത്ത് 95% ഓക്സിജൻ ആയിരിക്കും, 5% ആരാ? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും കേട്ടോ. കൃത്രിമ ശ്വസനത്തിന് നമ്മൾ ഓക്സിജൻ യൂസ് ചെയ്യാറുണ്ട്. ആ ഒരു മിശ്രിതത്തിന്റെ പേര് കാർബോജൻ എന്നാണ്. 95% ഓക്സിജനും 5% കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്. പിന്നെ ഓക്സി അസറ്റലിൻ ജ്വാല വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ആരെയാ? ഓക്സി അസറ്റലിനെയാണ്. വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ആരെയാ? ഓക്സി അസറ്റലിനെയാണ്. ഓർത്ത് വെച്ചേക്കുക. ഓക്സി അസറ്റലിനെ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു? വെൽഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി ഹരിതഗൃഹവാതകങ്ങൾ, നമ്മൾ പ്രധാനമായിട്ടും ഹരിതഗൃഹവാതകങ്ങൾ കൂടി ഈ ഭാഗത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്നും ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഇതോടെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മൾ പഠിച്ചു കഴിയും. സെറ്റ്. നമുക്ക് നോക്കാം. ഹരിതഗൃഹവാതകങ്ങൾ ആഗോളതാപനത്തിലുള്ള പങ്ക് എന്നാണ് കൊടുത്തേക്കുന്നത്. ഹരിതഗൃഹവാതകങ്ങളും അവയ്ക്ക് ആഗോളതാപനത്തിലുള്ള പങ്കും നമുക്ക് നോക്കാം. ഹരിതഗൃഹവാതകങ്ങൾ ഈ ഭൂമിക്ക് വേണ്ടവയാണ്. അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ഹരിതഗൃഹവാതകം വരികയാണെങ്കിൽ എത്രത്തോളം ആഗോളതാപനത്തിന് സഹായിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ 55%. അപ്പൊ നോക്കിയാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ഹരിതഗൃഹവാതകം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ആഗോളതാപനത്തിന് കാരണമാകുന്നുണ്ട്. ഒരു 55% കാർബൺ ഡൈ ഓക്സൈഡ് ചൂട് കൂട്ടുന്നവയാണ്. 55%. ഓക്കെ. മീഥേൻ ഒരു ഹരിതഗൃഹവാതകമാണ്. അതും ആഗോളതാപനത്തിനകത്തുണ്ട് 15%. അപ്പൊ ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകങ്ങളും ഹരിതഗൃഹവാതകത്തിന് കാരണമാകുന്ന വാതകങ്ങളും ചോദിച്ചാൽ ഇവരെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഓർത്ത് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത് മീഥേനും നമ്മൾ കണ്ടു. പക്ഷെ മീഥേനല്ല 2ാം സ്ഥാനത്ത് ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണെന്ന് ഞാൻ പറയും. കാരണം 10 മുതൽ 24% വരെ ആഗോളതാപനത്തിൽ പങ്കാർക്കുണ്ട് ക്ലോറോ ഫ്ലൂറോ കാർബണിനുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആരാ കൂടുതൽ വരാൻ ചാൻസ്? ക്ലോറോ ഫ്ലൂറോ കാർബണാണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് കഴിഞ്ഞാൽ പ്രശ്നകാരി ആരാണ്? നമ്മുടെ ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. കാരണം 4% വാർഷിക വർധനവ്. അപ്പൊ ആലോചിച്ച് നോക്കിയാൽ പുള്ളി പ്രശ്നകാരി അല്ലേ? ആണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ. പിന്നെ മീഥേൻ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ്. കാരണം ഓർത്ത് വെച്ചേക്കണേ, ഹരിതഗൃഹവാതകങ്ങൾ അല്ലെങ്കിൽ ആഗോളതാപനത്തില് N2O വരുന്നത് കേട്ടോ. N2O വരുന്നത്. N2 എന്ന് വെച്ചാൽ നൈട്രസ് ഓക്സൈഡ്. അപ്പൊ നൈട്രസ് ഓക്സൈഡ് ഒരു 6% എന്താണ്? ചൂട് കൂട്ടാൻ സഹായിക്കുന്നവയാണ്. പിന്നെ ഓസോണും ജലബാഷ്പവും ആഗോളതാപനത്തിന് കാരണമാകുന്നു. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ഏതൊക്കെയാ? കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, മീഥൈന്, നൈട്രസ് ഓക്സൈഡ്, ഓസോണ്, ജലബാഷ്പം. സെറ്റാണ്. ഹരിതഗൃഹവാതകങ്ങൾ ഏതൊക്കെയാ? കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, മീഥൈന്, നൈട്രസ് ഓക്സൈഡ്, ഓസോണ്, ജലബാഷ്പം. സെറ്റാണല്ലോ. അപ്പൊ ഇത്രയും പേര് ഓർത്ത് വെച്ചേക്കുക. അവയുമായി ബന്ധപ്പെട്ടൊരു ചാർട്ടും കൂടി, ഒരു പൈ ചാർട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. അതും കൂടി എന്ന് വായിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയപ്പെടുന്ന മേഖല. അപ്പോൾ 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇത്രയും ഭാഗങ്ങളൊന്ന് കേട്ടിട്ട് പോവുക. എന്തായാലും നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുമെന്ന് വിശ്വസിക്കുകയാണ്. തീർച്ചയായും മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.